ഇന്നിപ്പോ യൂട്യൂബിലൂടെ വയല് മാത്രമല്ല കേൾക്കണേ, പലതും നമ്മുടെ മക്കൾ കാണുന്ന കാലഘട്ടം അല്ലേ. പണ്ടായിരുന്നു തിയേറ്ററിൽ പോയി സിനിമ കണ്ടിരുന്നേ, ഇതിപ്പോ അതിന്റെ ആവശ്യമുണ്ടോ? ഇല്ല. ഇന്ന് ടെലഗ്രാം ഉണ്ട്, ഇന്ന് വാട്സപ്പ് ഉണ്ട്, ഇന്ന് യൂട്യൂബ് ഉണ്ട്. അതിലെല്ലാം നമുക്ക് കിട്ടണ കാലഘട്ടം. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹീമ നൽകി ഗ്രഹിക്കുമാറാവട്ടെ. ഞാനിപ്പോ ഇങ്ങോട്ട് വരുന്നത് വഴി അല്ല, ഞാൻ രാവിലെ ഉച്ച കഴിഞ്ഞിട്ട് മംഗലാപുരത്തോട്ട് പോണ വഴി എൻ്റെ വണ്ടി ഓടിക്കണ പയ്യൻ പറഞ്ഞു, ഉസ്താദേ ഇന്നൊരു ട്രെൻഡിങ് ന്യൂസ് ഉണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? ഇന്നൊരു വാർത്തയുണ്ട് ഉസ്താദേ എന്ന് പറഞ്ഞു. അവൻ ഞാൻ ഓർത്ത് ഇനി വല്ല നമ്മുടെ മന്ത്രിമാരും എല്ലാം മരിച്ചോ, ഞാൻ ഓർത്ത് ഇനി വല്ല മന്ത്രിമാരും വല്ല രാജിവെച്ചോ, ട്രെൻഡിങ് ന്യൂസാ ഉസ്താദേ എന്ന് പറഞ്ഞു. ഞാൻ ചോദിച്ചു എന്താ ന്യൂസ്? ഉസ്താദേ തൊപ്പിയുടെ പെണ്ണ് ഓൻ ഇട്ടിട്ട് പോയി ഉസ്താദേ. എന്നോട് പറഞ്ഞാ ഇപ്പൊ യൂട്യൂബിലൊക്കെ ട്രെൻഡിങ് ആയിട്ട് നിൽക്കേണ്ട ചെറുപ്പക്കാരുണ്ട്, തൊപ്പി എന്നാ പേര്, നിഹാദ് എന്നെന്തോ പേര്, ഓനെ വിളിക്കണത് തൊപ്പിന്നാ. ഉസ്താദേ തൊപ്പിയുടെ പെണ്ണ് ഓനെ ഇട്ടിട്ട് പോയി ഉസ്താദേ. അപ്പൊ ഞാൻ ഇങ്ങനെ ആ വീഡിയോ എടുത്ത് നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ്, അത് കണ്ടാൽ നമ്മൾ ചിരിച്ചു പോകും. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അള്ളാഹു നമ്മുടെ മക്കളെയൊക്കെ അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. യൂട്യൂബിൽ വന്നിട്ട് ലൈവില് ഏതെങ്കിലും ഒരു പെണ്ണ് ഏതെങ്കിലും ഒരു ചെറുപ്പക്കാരന് ഇഷ്ടമുണ്ടെങ്കിൽ ആ ചെറുപ്പക്കാരന് മുത്തം കൊടുക്കുക. എവിടെ? യൂട്യൂബില് ലൈവില്. ഇതാരാ കാണണേ? സ്വന്തം വാപ്പയും ഉമ്മയും വീട്ടിൽ ഇരുന്നിട്ട് കാണുക. ഒരവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. അള്ളാഹു ഹീമ നൽകട്ടെ. അള്ളാഹു നമ്മുടെ മക്കൾക്ക് അള്ളാഹു നല്ല ബുദ്ധി അള്ളാഹു കൊടുത്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ഇപ്പൊ ഇവിടെ 18 വയസ്സ് തികഞ്ഞിട്ടുള്ള പ്രിയപ്പെട്ട സഹോദരിമാരുടെ വാപ്പയും ഉമ്മമാരൊക്കെ ഉണ്ടെങ്കിൽ ഞാൻ പറയാ, അവരെ നമ്മൾ സൂക്ഷിക്കണം. മംഗലാപുരത്തും ബാംഗ്ലൂരിലും ചെന്നൈയിലൊക്കെ നമ്മുടെ മക്കൾ പഠിക്കാൻ പോയിട്ടുണ്ടെങ്കിൽ നമ്മളൊന്ന് സൂക്ഷിക്കണം, നല്ലതാ. കാരണം എന്തേ, ഞാൻ കണ്ടിട്ടുണ്ട് പാതിരാത്രിയിലും മംഗലാപുരത്ത് എത്രയോ മുസ്ലിം കുട്ടികൾ മതിൽ ചാടുന്നത്. അള്ളാഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരിക്കുമാറാവട്ടെ. അതുകൊണ്ട് ഞാൻ പറയാ, യൂട്യൂബിലൂടെ വയലും കേൾക്കാം, യൂട്യൂബിലൂടെ ഹറാമും കാണുന്ന കാലഘട്ടം, തൊപ്പിയുടെയും അതും ഇതും ഒക്കെ. ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾക്ക് പൈസ വേണം? ഇവിടെ ഇരിക്കണം, നിങ്ങൾക്ക് പൈസ വേണോ? നിങ്ങൾ എന്താ ചെയ്യണ്ടേ? ആദ്യമേ തന്നെ വാപ്പാൻ്റെ അടുത്ത് പറഞ്ഞിട്ട് ഒരു പെണ്ണ് കിട്ടാം. എന്ത് ചെയ്യണ്ടേ? ഒരു പെണ്ണ് കിട്ടാം. പെണ്ണ് കെട്ടിയിട്ട് ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങാം. എന്നിട്ട് നിന്റെ ആദ്യ രാത്രി മുതൽ നിന്റെ ജീവിതം മുഴുവനും നിന്റെ പെണ്ണിനെ അടക്കം യൂട്യൂബിൽ കാണിച്ചാൽ അത് കാണാൻ ആളുകളുണ്ട് അല്ലേ. ഇപ്പൊ ഒരു ചെറുപ്പക്കാരനൊരു യൂട്യൂബ് തുടങ്ങാം, അത് കാണാനൊന്നും ആളുണ്ടാകൂല. ഓന്റെ കൂട്ടത്തിൽ ഒരു പെണ്ണും കൂടി കടന്നു വന്നാൽ ആ പെണ്ണിന്റെ മാറും ശരീരവും അതും ഇതും പൊക്കിൽ കൊടിയൊക്കെ കാണാൻ ആളുകൾ ഇന്ന് ക്യൂ ആണ്. അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഉസ്താദന്മാരെന്തെങ്കിലും പറഞ്ഞ പിന്നെ ഓർക്കെതിരെ കേസ്, ഉസ്താദന്മാരെന്തെങ്കിലും പറഞ്ഞ പിന്നെ ഓർക്കെതിരെ തെറിയഭിഷേകം, ഉസ്താദന്മാരെന്തെങ്കിലും യൂട്യൂബർമാർക്കെതിരെ എന്തെങ്കിലും പറഞ്ഞ പിന്നെ ഉസ്താദ് ഇസ്ലാം എന്ന് പുറത്ത്. അത് അള്ളാഹു കാത്തിരിക്കട്ടെ, അള്ളാഹു ഹീമ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറയണത്, ഒരു നന്മ കേട്ടിട്ടത് ജീവിതത്തിലേക്ക് പ്രാവർത്തികമാക്കിയാൽ, ഒരു നന്മ കേട്ടിട്ടത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ അവരാണ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കണതെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു നന്മ പറഞ്ഞു തന്നാ ചെയ്യുവോ? ഒരു നന്മ പറഞ്ഞു തന്നാ ചെയ്യുവോ? ചെയ്താൽ നിങ്ങൾക്ക് കൊള്ളാം, ഞാൻ ചെയ്താൽ എനിക്ക് കൊള്ളാം. ഞാൻ നേരത്തെ പറഞ്ഞു, കൈപൊക്കാൻ പറഞ്ഞു. സ്വന്തം ഭാര്യ നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ വേണ്ടവർ കൈപൊക്കാൻ പറഞ്ഞപ്പോ പല ആളുകളും പൊക്കിയില്ല. എന്നാൽ കേട്ടോ, ഈ ഒരു നന്മ ചെയ്യുന്നവരാരാ? അവർക്ക് നാളെ നിങ്ങളുടെ സ്വന്തം ഭാര്യയായിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആരപ്പ? സ്വന്തം ഭാര്യ, വല്ലവന്റെ ഭാര്യയല്ല. ചില ആളുകൾക്ക് സ്വന്തം ഭാര്യ അടുത്തുണ്ടെങ്കിലും ഇഷ്ടം അപ്പുറത്തെ ഇല്ലാത്തന്നെ. സ്വന്തം ഭാര്യ വീട്ടിലുണ്ടെങ്കിലും മെസ്സേജ് അയക്കണത് തൊട്ടപ്പുറത്തെ വീട്ടിലെ താത്ത കുളിച്ചോ, താത്താക്ക് സോപ്പുണ്ടോ, താത്താക്ക് അരിയും സാധനങ്ങളുണ്ടോ എന്ന് ചോദിക്കണത് ആരോടാ? വല്ലവന്റെ ഭാര്യയോട്. അള്ളാഹു ഹീമ നൽകട്ടെ, അള്ളാഹു കാത്തിരിക്കട്ടെ. ഒരു നന്മ പറഞ്ഞു തരാം. ഈ നന്മ ഒരു ഭാര്യയും ഒരു ഭർത്താവും കൂടി ചെയ്താൽ അവർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കാൻ കഴിയും. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു കബൂൽ ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. ആദരവാകുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹയ്ക്ക് കല്യാണപ്രായമായി. മുത്തുനബിയുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ ബീവിക്ക് കല്യാണപ്രായമായി. ആദരവാകുന്ന പ്രവാചകന്റെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമക്കന്റെ പ്രിയമുള്ളവര് കല്യാണപ്രായമാകുകയാ, പ്രായപൂർത്തി ആകുകയാ. ഒരുപാട് പേര് റസൂലുള്ളാഹിയുടെ ചാരത്തേക്ക് കടന്നു വരികയാ. റസൂലുള്ളാഹിയോട് ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ഫാത്തിമയെ വിവാഹം ചെയ്തു തരുമോ? ഫാത്തിമയെ നിക്കാഹ് ചെയ്തു തരുമോ? ആഗ്രഹമാ, അഭിലാഷമാ, സന്തോഷമാ. ഒരുപാട് സമ്പന്നരത കടന്നു വരികയാ, ഒരുപാട് പൈസയുള്ളവര് കടന്നു വരികയാ, ഒരുപാട് ബിസിനസ്സുകാരെ കടന്നു വരികയാ, ഒരുപാട് കച്ചവടക്കാരെ കടന്നു വരികയാ. റസൂലുള്ളാഹിയതാ സമ്മതമില്ല, അനുവാദമില്ല. ആദരവാകുന്ന പ്രവാചകൻ
പ്രവാചകന്റെ ചാരത്തേക്ക് എന്റെ പ്രിയമുള്ളവര് അലിയാര് തങ്ങൾ കടന്നു വരികയാ. അലിയാര് തങ്ങൾ കടന്നു വരുമ്പോ ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ, അലിയാര് തങ്ങളോട് പറയുകയാ, അലിയേ എന്നെ പൊന്നുമോളാകുന്ന ഫാത്തിമയെ വിവാഹം ചെയ്യാൻ കഴിയുമോ? നിക്കാഹ് ചെയ്യാൻ കഴിയുമോ? അലിയാര് തങ്ങൾക്ക് സന്തോഷമാകുകയാ. അലിയാര് തങ്ങള് ലോകത്തിന്റെ പ്രവാചകനോട് പറയുകയാ, സമ്മതമാ, അനുവാദമാ. അലിയാര് തങ്ങൾ പാവപ്പെട്ടവനാ, അലിയാര് തങ്ങൾ സമ്പന്നനല്ല, അലിയാര് തങ്ങൾ ദരിദ്രനാ. അലിയാര് തങ്ങള് തലയിലതാ പുല്ല് ചുമന്നുകൊണ്ട് അറേബ്യയുടെ മണ്ണിലൂടെ കടന്നു പോകുകയാ. ഓരോ വീടുകളിലേക്കാ പുല്ലുണ്ടല്ലോ പടച്ചവനെ വിതരണം ചെയ്യുകയാ. അതിൽ നിന്ന് കിട്ടുന്ന സമ്പത്ത് കൊണ്ട് അലിയാര് തങ്ങള് കുടുംബം എന്റെ പ്രിയമുള്ളവരെ പോറ്റുമെന്ന് പറയുമ്പോ അലിയാര് തങ്ങളതാ ഫാത്തിമയെ വിവാഹം ചെയ്യുകയാ. പടച്ചവനെ നിക്കാഹ് കഴിയുകയാ, പടച്ചവനെ കല്യാണം കഴിയുകയാ. പാതിരാത്രി അതാ കിടപ്പറയിലേക്ക് അലിയാര് തങ്ങൾ കടന്നു വരികയാ. ഫാത്തിമ ബീവിയുണ്ടല്ലോ ആദ്യരാത്രി എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. ഫാത്തിമ ബീവി അതാ കട്ടിലതാ ഇരിക്കുമ്പോ അലിയാര് തങ്ങൾ കടന്നു വരികയാ. അലിയാര് തങ്ങള് വിളക്കതാ അണക്കുമ്പോ ഫാത്തിമ ബീവി എന്റെ പ്രിയമുള്ളവര് കരയുകയാ, നിലവിളിക്കുകയാ. അലിയാര് തങ്ങൾ പേടിക്കുകയാ. അലിയാര് തങ്ങള് ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാ, ഫാത്തിമ എന്തിനാ കരയുന്നത്? എന്തിനാ സങ്കടപ്പെടുന്നത്? എന്തിനാ നൊമ്പരപ്പെടുന്നത്? എന്തിനാ വ്യസനിക്കുന്നത്? എന്നെയതാ മുഹബ്ബത്തില്ലേ, എന്നോട് ഇഷ്ടമില്ലേ, എന്നെയതാ ഇഷ്ടപ്പെട്ടില്ലേ? ഫാത്തിമയതാ പറയുകയാ, ഇല്ല ഭർത്താവേ, ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങള് എനിക്ക് വേണ്ടി തെരഞ്ഞെടുത്ത വരനുണ്ടല്ലോ, സന്തോഷമാ, ആനന്ദമാ. പടച്ചവനെ ഫാത്തിമ ബീവി അതാ പറയുകയാ, എന്തിനാ കരഞ്ഞതെന്നറിയോ? ഈ വിളക്കഥ അണക്കുമ്പോ ഖബറിന്റെ ഭയാനകതയാ, ഖബറിന്റെ ഇരുട്ടാ ഞാനതാ ഓർത്തതെന്ന് ഫാത്തിമ ബീവി പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ വല്ലാത്ത സന്തോഷത്തോടുകൂടി ജീവിക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനതാ കടന്നു വരികയാ. പടച്ചവനെ ഫാത്തിമ ബീവിയോട് ചോദിക്കുകയാ, കുടുംബ ജീവിതത്തിൽ സന്തോഷമാണോ? കുടുംബ ജീവിതത്തിൽ റാഹത്താണോ? കുടുംബ ജീവിതത്തിൽ അനുഗ്രഹമാണോ? ഫാത്തിമ ബീവിയുടെ കല്യാണം കഴിഞ്ഞു. റസൂലുള്ള ഫാത്തിമ ബീവിയുടെ ചാരത്ത് വന്നിട്ട് ഇടക്കിടക്ക് ചോദിക്കും, ഫാത്തിമ സന്തോഷമാണോ? കുടുംബ ജീവിതത്തില് ബറക്കത്താണോ എന്ന് ഇടക്കിടക്ക് വന്നിട്ട് റസൂലുള്ള ചോദിക്കും. ആ സമയത്തെല്ലാം ഫാത്തിമ ബീവി പറയും, അല്ലാഹുവിന്റെ റസൂലേ, പ്രിയപ്പെട്ട പിതാവേ, അൽഹംദുലില്ലാ, സന്തോഷവാ. എന്താ പറയണേ? സന്തോഷവാ. നമ്മളാണേലോ ഇപ്പോ നമ്മുടെ മക്കളുടെ കല്യാണം കഴിഞ്ഞാൽ നമ്മളൊക്കെ നമ്മുടെ മക്കളെ എന്ത് ചെയ്യും? ഇടക്കിടക്ക് കാണാൻ ചെല്ലും. കാണാൻ ചെല്ലണത് എന്തിനാ? ഫിത്ന ഉണ്ടാക്കാനാ. അല്ലാഹു കാത്തിരിക്കട്ടെ. അവിടെ ചെന്നിട്ട് പറയും, നിന്റെ അമ്മായിയമ്മ എങ്ങനെയുണ്ട്? നിന്റെ അമ്മോശൻ എങ്ങനെയുണ്ട്? നിന്റെ ഭർത്താവ് എങ്ങനെയുണ്ട്? നിനക്ക് പണിയൊന്നും എടുക്കാതെ വീട്ടിൽ കിടന്നുറങ്ങാൻ നിന്റെ ഉമ്മച്ചി ഒരു ട്രിക്ക് പറഞ്ഞു തരാമെന്ന് പറഞ്ഞിട്ട് ഉമ്മച്ചി പണ്ട് പയറ്റിയ ട്രിക്കൊക്കെ ആർക്ക് പറഞ്ഞെടുക്കുക? സ്വന്തം മകൾക്ക് പറഞ്ഞെടുക്കുക. അല്ലാഹു കാത്തിരിക്കട്ടെ. ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങൾ എന്താ ചോദിക്കണേ? വന്നിട്ട് ചോദിക്കും, ഫാത്തിമ ജീവിതത്തിൽ എന്താ സന്തോഷമാണോ? ഫാത്തിമ ബീവി പറയും, അൽഹംദുലില്ലാ, സന്തോഷം. മോളെ എങ്ങനെയുണ്ട് കുടുംബ ജീവിതം? റാഹത്താ വാപ്പ. അങ്ങനെ ഫാത്തിമ ബീവി മലിയാരിതങ്ങളും സന്തോഷത്തോടു കൂടി ജീവിക്കുമ്പോ ഫാത്തിമ ബീവിയുടെ കയ്യിൽ നിന്ന് ചോര വരണത് ആര് കണ്ടു? ആര് കണ്ടു? ബഹുമാനപ്പെട്ട അലിയാരിതങ്ങൾ കണ്ടു. അലിയാരിതങ്ങൾ ഫാത്തിമ ബീവിയുടെ കൈ പിടിച്ചിങ്ങനെ നോക്കുമ്പോ സുബ്ഹാനല്ലാഹ്, ഫാത്തിമ ബീവിയുടെ കയ്യിൽ നിന്ന് ഇങ്ങനെ പൊട്ടിയിട്ട് ചോര ഇങ്ങനെ കടന്നു വരിക, ചോര ഇങ്ങനെ കടന്നു വരിക. അലിയാരിതങ്ങൾ ചോദിച്ചു, ഫാത്തിമ ഇതെന്തു പറ്റിയതാ ഫാത്തിമ? ഫാത്തിമ ബീവി പറഞ്ഞു, അലിയേ, ഇവിടെ ഉഴുന്നാട്ടിയിട്ട് അരിയാട്ടിയിട്ട് ഞാൻ ഇങ്ങനെ ആട്ടുകല്ലിൽ ഇട്ടിട്ട് ഇങ്ങനെ ആട്ടി എന്റെ കൈ ഇങ്ങനെ പൊട്ടിയതാണെന്ന് പറയുമ്പോ ബഹുമാനപ്പെട്ട അലിയാരിതങ്ങൾ ഫാത്തിമ ബീവിയോട് പറഞ്ഞു, ഫാത്തിമ, നിന്റെ പ്രിയപ്പെട്ട പിതാവ് ലോകത്തിന്റെ പ്രവാചകനോട് ചെന്നിട്ട് ഒരടിമയെ ചോദിച്ചു നോക്ക്. അടിമയെ കിട്ടിക്കഴിഞ്ഞാൽ സന്തോഷമാണല്ലോ, നമുക്ക് സഹായകമാണല്ലോ. എന്താ ചോദിക്കണേ? ഒരടിമയെ ലഭിച്ചു കഴിഞ്ഞാൽ സന്തോഷമാണല്ലോ, സഹായകമാണല്ലോ. സുബ്ഹാനല്ലാഹ്,
ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളുടെ പ്രിയപ്പെട്ട പൊന്നുമോള് ഫാത്തിമ അല്ലാഹുവേ റസൂലുള്ളാഹിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ കടന്നു ചെല്ലുക. അല്ലാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളുടെ ചാരത്തേക്ക് ഫാത്തിമ ബീവി കടന്നു ചെല്ലുകയാ. സുബ്ഹാനല്ലാഹ്, ലോകത്തിന്റെ പ്രവാചകന്റെ ചാരത്തേക്ക് അതാ കടന്നു ചെല്ലുമ്പോ റസൂലുള്ളാഹിയില്ല, റസൂലുള്ള വീട്ടിലില്ല, റസൂലുള്ള ഭവനത്തിലില്ല. ലോകത്തിന്റെ പ്രവാചകന്റെ ഭാര്യയാകുന്ന ആയിഷ ബീവിയുടെ ചാരത്തേക്ക് പടച്ചവനെ കടന്നു വരികയാ. എന്നിട്ടതാ ആയിഷ ബീവിയോട് പറയുകയാ, ആയിഷ ഉമ്മയോട് പറയുകയാ, എനിക്കൊരു അടിമയെ തരുമോ, എനിക്കൊരു സഹായിയെ തരുമോ, റസൂലുള്ളാഹിയോട് പറയുമോ? ലോകത്തിന്റെ പ്രവാചകനാകുന്ന നബി തങ്ങളോട് പറയുവാൻ ആയിഷ ബീവിയോട് പറഞ്ഞേൽപ്പിക്കുകയാ. പടച്ചവനെ, ഫാത്തിമ ബീവിയുണ്ടല്ലോ വീട്ടിലേക്ക് കടന്നു പോകുമ്പോ സുബ്ഹാനല്ലാഹ് മഅദല്ലാഹ്, പാതിരാത്രിയിൽ ലോകത്തിന്റെ പ്രവാചകനതാ കടന്നു വരികയാ. ആയിഷ ബീവിയുടെ വീട്ടിലേക്ക് അല്ലാഹുവിന്റെ റസൂൽ കടന്നു വരികയാ. ലോകത്തിന്റെ പ്രവാചകൻ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ സുബ്ഹാനല്ലാഹ്, ആയിഷ ബീവിയുണ്ടല്ലോ റസൂലുള്ളാഹിയോട് കാര്യങ്ങൾ പറയുകയാ. ഫാത്തിമ കടന്നു വന്നു നബിയേ, ഒരടിമയെ ചോദിച്ചു നബിയേ, കൊടുക്കാൻ കഴിയുമോ നബിയേ? റസൂലുള്ളാഹിയുടെ മുഖമതാ ചുമക്കുകയാ. റസൂലുള്ളാഹിയുണ്ടല്ലോ പാതിരാത്രിയിൽ ഫാത്തിമയുടെ ചാരത്തേക്ക് കടന്നു ചെല്ലുകയാ. ഫാത്തിമയതാ വീടിന്റെ വാതിലിന്റെ പ്രിയമുള്ളവരെ തുറന്നു കൊടുക്കുകയാ. ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ തന്റെ പൊന്നുമോളോട് സലാം പറയുകയാ. പടച്ചവനെ മുത്തം കൊടുക്കുകയാ. എന്നിട്ടാ ഫാത്തിമയോട് ചോദിക്കുകയാ, ഫാത്തിമ അടിമയെ വേണോ, അടിമയെ വേണോ? ഫാത്തിമ ബീവി അതാ പറയുകയാ, അടിമയെ ലഭിച്ചു കഴിഞ്ഞാൽ സന്തോഷമാ, ആനന്ദമാ, ആഹ്ലാദമാ, അഭിലാഷമാ. ലോകത്തിന്റെ പ്രവാചകന്റെ മുഖമുണ്ടല്ലോ പടച്ചവനെ ചുമക്കുകയാ. റസൂലുള്ളാഹി അതാ ദേഷ്യപ്പെടുകയാ, ഇല്ല ഇല്ല തരൂല, ആർക്ക് കൊടുത്താലും എന്റെ പ്രിയപ്പെട്ട ഫാത്തിമാക്ക് അടിമയുണ്ടല്ലോ തരൂല. ഫാത്തിമ ബീവി അതാ കരയുമ്പോ, ഫാത്തിമ ബീവി സങ്കടപ്പെടുമ്പോ ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ ഫാത്തിമ ബീവിയോട് പറയുകയാ, ഫാത്തിമ നീ നിന്റെ ഭർത്താവിന് വേണ്ടി ഖിദ്മത്ത് ചെയ്താൽ സ്വർഗമെന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലമുണ്ടല്ലോ അല്ലാഹു നിനക്ക് തരുന്നതാണ് ഫാത്തിമ. എന്നിട്ടാ ഫാത്തിമയോട് ലോകത്തിന്റെ പ്രവാചകനുണ്ടല്ലോ പറഞ്ഞു കൊടുക്കുകയാ, ഒരു നന്മ പറഞ്ഞു തരട്ടെ, ഒരു ദിക്ർ പറഞ്ഞു തരട്ടെ. ഈ നന്മയുണ്ടല്ലോ ആരെങ്കിലും ഒരാൾ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഒരുമിച്ചതാ ചൊല്ലിക്കഴിഞ്ഞാൽ അൽഹംദുലില്ലാഹ് അവന്റെ കുടുംബ ജീവിതത്തില്, അവന്റെ മക്കളില്, അവന്റെ ദാമ്പത്തിക ജീവിതത്തില് അല്ലാഹു പടച്ച തമ്പുരാൻ ബറക്കത്ത് തരുന്നതാ. ഭാര്യയും ഭർത്താവും ഉണ്ടല്ലോ സ്വർഗത്തിലേക്ക് കടക്കുന്നതാ. ഫാത്തിമ ബീവി അതാ ചോദിക്കുകയാ, യാ റസൂലല്ലാഹ്, ആരാണ് നബിയേ, ഏതാണ് നബിയേ, ഏത് ദിക്റാണ് ചെല്ലേണ്ടത് നബിയേ? ലോകത്തിന്റെ പ്രവാചകനതാ പറയുകയാ, ആരെങ്കിലും ഒരാൾ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ പറയുന്ന ദിക്റുണ്ടല്ലോ 33 തവണയതാ ആരെങ്കിലും ഒരാൾ കൽബറിഞ്ഞുകൊണ്ട് ഇഖ്ലാസോടെ ചൊല്ലിക്കഴിഞ്ഞാൽ അവർക്കതാ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയുമെന്ന് പറയുമ്പോ, ചെറുപ്പക്കാരാ ഈ പറയുന്ന ദിക്റതാ ചൊല്ലിയാൽ ജന്നാത്തുൽ ഫിർദൗസ് സ്വർഗ്ഗമെന്ന പ്രിയമുള്ളവരെ ലഭിക്കുമെന്ന് റസൂലുള്ള പറയുമ്പോ, നാദാ അതിനുള്ള സൗഭാഗ്യങ്ങൾ തരണ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. റസൂലുള്ള പറഞ്ഞു, ഫാത്തിമ സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ, ഈ പറയുന്ന ദിക്ർ 33 തവണ
നിങ്ങൾ ഒരുമിച്ചിരുന്ന് ചൊല്ലിയാൽ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയും. അതാ പറയണേ, എല്ലാ ദിവസവും കിടക്കുന്നതിന് മുമ്പ് ഈ ഒരു നന്മ ചെയ്തിട്ട് എന്ത് ചെയ്യുക, കിടന്നാൽ അൽഹംദുലില്ലാ നാളെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയും. അല്ലാഹു നീ സ്വീകരിക്കണേ, അല്ലാഹ് കബൂലാക്കണേ, അല്ലാഹ് റാഹത്തിലാക്കണേ, അല്ലാഹ്. അപ്പോൾ ഏത് ദിക്റ ഭാര്യക്കും ഭർത്താവും ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കണമെങ്കിൽ ഏത് ദിക്റ ചൊല്ലണ്ടേ? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ 33 തവണ ചൊല്ലിയാൽ സ്വർഗ്ഗത്തിലേക്ക് കടക്കാൻ കഴിയും. ഇനി എന്ത് ചെയ്യും? ഭാര്യ ഇന്ന് രാത്രി ചെന്ന് കിടന്നുറങ്ങുമ്പോ മച്ചാനെ വിളിച്ചിട്ട് പറയും, ഇക്ക നമുക്ക് ചൊല്ലുമല്ലേ, എന്താ പറയണേ, നമുക്ക് ചൊല്ലുമല്ലേ. ഭർത്താവിന് പേടിയാ. കാരണം എന്തേ, ഇവിടെ കിട്ടിയതിനെ നാളെ അവിടെയും കിട്ടേണ്ടി വരുമല്ലോ. അല്ലാഹു കാത്തിരിക്കട്ടെ. എന്നോടൊരു ഉമ്മ കഴിഞ്ഞ ദിവസം പറഞ്ഞ, ഉസ്താദേ എന്റെ മകനിക്ക് 26 വയസ്സായി ഉസ്താദേ. എന്താ പറഞ്ഞേ? 26 വയസ്സായി ഉസ്താദേ. അവൻ എന്റെ വീട്ടിൽ കയറണത് പാതിരാത്രി 1 മണിക്കാ ഉസ്താദേ. എന്താ പറഞ്ഞേ? പാതിരാത്രി 1 മണിക്കാ. ഞങ്ങൾ എല്ലാവരും കൂടി തീരുമാനിച്ചു, ഇവൻ എങ്ങനെയെങ്കിലും രാത്രി 10 മണിക്ക് വീട്ടിൽ കയറ്റണം. അങ്ങനെ കുടുംബക്കാരെല്ലാവരും കൂടി തീരുമാനം എടുത്തു, ഇവനൊരു പെണ്ണ് കെട്ടിച്ചാൽ ഇവൻ 10 മണിക്ക് കയറും. അങ്ങനെ ഉസ്താദേ ഇവനൊരു നിക്കാഹൊക്കെ ചെയ്തു. ഇവൻ വീട്ടിലേക്ക് ആ പെണ്ണിനെ കൊണ്ടുവന്നു. ഞാൻ ചോദിച്ചു, ഇവൻ ഇപ്പൊ എത്ര മണിക്കാ വീട്ടിൽ കയറണം? 10 മണിക്കൊക്കെ കയറുന്നുണ്ടോ? ഉമ്മ പറയും, ഉസ്താദേ കല്യാണത്തിന് മുമ്പ് അവൻ കയറിയത് 2 മണിക്കാണെങ്കിൽ കല്യാണത്തിന് ശേഷം കയറുന്നത് 3 മണിക്കാ ഉസ്താദേ. അല്ലാഹു കാത്തിരിക്കട്ടെ. അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നോട് ഒരു ചെറുപ്പക്കാരൻ പറഞ്ഞതാ, വീട്ടിൽ പോകാൻ തോന്നണില്ല ഉസ്താദേ. എന്താ പറഞ്ഞേ? വീട്ടിൽ പോകാൻ തോന്നണില്ല ഉസ്താദേ. ഞാൻ ചോദിച്ചു, അതെന്തേ? വീട്ടിൽ ചെന്ന് കയറുമ്പോൾ ഭാര്യയെ കാണുമ്പോൾ എനിക്ക് അടിവരലിൽ നിന്ന് ഇങ്ങനെ പെരുത്ത് കയറും ഉസ്താദ് എന്ന് പറയുമ്പോൾ അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറയാ, ഇവിടെ കിട്ടണ ഭാര്യ ഇവിടെ കിട്ടാൻ കഴിയണം. നമുക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിൽ ലഭിക്കാൻ കഴിയണം. അതിനെന്ത് ചെയ്യണം? സുബ്ഹാനല്ലാഹ്, അൽഹംദുലില്ലാഹ്, അല്ലാഹു അക്ബർ 33 തവണ ചെല്ലണതാര അവർക്ക് നാളെ ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കടക്കാൻ കഴിയും. അല്ലാഹുവേ നീ സ്വീകരിക്കണേ, അല്ലാഹ് കബൂലാക്കണേ. അല്ലാഹ് നബിതങ്ങൾ പറഞ്ഞതാ, ഭർത്താവിന് വേണ്ടി ഭാര്യമാരെ ഖിദ്മത്ത് ചെയ്താൽ ദഖലൽ ജന്ന. ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം ഭർത്താവിന് വേണ്ടി സ്വന്തം ഭാര്യ ഖിദ്മത്ത് ചെയ്താൽ അവർക്ക് നാളെ സ്വർഗ്ഗത്തിൽ കടക്കാൻ കഴിയും. അല്ലേ? ഇപ്പോ ചില ആളുകളൊക്കെ ഉണ്ട്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തല്ല കേട്ടോ, ഓൺലൈൻ മജ്ലിസുകൾ നമ്മുടെ നാട്ടിൽ കൂടിക്കൊണ്ടിരിക്കാം. കോവിഡ് പോലെ കൂടിക്കൊണ്ടിരിക്കുക നമ്മുടെ നാട്ടിൽ ഓൺലൈൻ മജ്ലിസ്. നിങ്ങൾ രാവിലെ യൂട്യൂബ് എടുക്കണം. എന്തെടുക്കണം? യൂട്യൂബ് എടുക്കണം. എന്നിട്ട് യൂട്യൂബിൽ ലൈവ് എന്ന് പറയുന്ന ഓപ്ഷൻ ഉണ്ട്. അത് നെക്കിക്കഴിഞ്ഞാൽ കാണാൻ കഴിയും തിരുവനന്തപുരം മുതൽ അങ്ങ് മംഗലാപുരം വരെയുള്ള സർവ്വ ഉസ്താദന്മാരെയും പഠിക്കണ മുത്തഅല്ലിമീങ്ങൾ വരെ ഇപ്പൊ ക്യാമറ സ്റ്റാൻഡിട്ട് ഇറങ്ങിയിരിക്കുക. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ, ഉസ്താദേ ഞാൻ എല്ലാ ദിവസവും സുബഹി നിസ്കരിക്കാൻ പോകും ഉസ്താദ്. എന്താ പറഞ്ഞേ? എല്ലാ ദിവസവും ഞാൻ സുബഹി നിസ്കരിക്കാൻ പോകും. സുബഹി നിസ്കരിച്ചിട്ട് വരുമ്പോ എന്റെ പ്രിയപ്പെട്ട ഭാര്യ എനിക്കൊരു ഗ്ലാസ് കട്ടൻ ചായ തരും ഉസ്താദേ. എന്താ പറഞ്ഞേ? ഒരു ഗ്ലാസ് കട്ടൻ ചായ തരും ഉസ്താദേ. ഇപ്പൊ ഞാൻ എൻ്റെ വീട്ടിലേക്ക് കടന്നു വരുമ്പോ എൻ്റെ ഭാര്യ ഏതെങ്കിലും ഒരു ഓൺലൈൻ മജ്ലിസിലായിരിക്കും. ഞാൻ സുബഹി കഴിഞ്ഞിട്ട് അവളോട് ചോദിക്കും, മോളെ ഒരു ഗ്ലാസ് കട്ടൻ തരുമോ? തരില്ല ഉസ്താദേ. അത് കഴിയണമെങ്കിൽ 8:30 ഉസ്താദ് സലാം പറഞ്ഞു പോയാൽ മാത്രമേ എൻ്റെ ഭാര്യ ടിവിയുടെ മുമ്പിൽ നിന്ന് എണ്ണീക്കത്തുള്ളൂ എന്ന് പറയുമ്പോൾ അല്ലാഹു കാത്തിരിക്കട്ടെ. ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാതെ ഏത് ഉസ്താദിന്റെ ലൈവ് ഇരുന്നിട്ടും കാര്യമില്ല. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കുമാറാവട്ടെ. നിങ്ങൾക്ക് കേൾക്കണോ? അത് അടുക്കളയിൽ നിന്നിട്ട് എന്ത് ചെയ്യാതെ അവിടെ ഫോൺ വെച്ചിട്ട് അല്ല സ്പീക്കറിലേക്ക് ഇട്ട് കേട്ടോ. ഇനി അവിടെ തന്നെ ഇരുന്ന് ഭർത്താവിന് ഖിദ്മത്ത് ചെയ്യാതെ മക്കൾക്ക് ഖിദ്മത്ത് ചെയ്യാതെ എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗ്ഗത്തിലേക്ക് പോകാമെന്ന് പ്രതീക്ഷിക്കേണ്ട. അതുകൊണ്ട് ആരെങ്കിലും ഒരാൾ നന്മ ചെയ്താൽ അവർക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയും. ഇപ്പോ നന്മ ചെയ്യേണ്ടത് പല രീതിയിലാണ്. അറിവിലൂടെ നന്മ ചെയ്യാം, സ്വതക്കയിലൂടെ നന്മ ചെയ്യാം. ഇപ്പൊ നമ്മുടെ ഈ മനോഹരമാകുന്ന പള്ളി അല്ലെ, ഇത് കഴിഞ്ഞിട്ട് 1 കൊല്ലമായിട്ടുള്ളതെന്നാ തോന്നുന്നത്. ഇതിന്റെ ഉദ്ഘാടനം കഴിഞ്ഞിട്ട് 1 കൊല്ലമായിട്ടുള്ളൂ. അൽഹംദുലില്ലാഹ്, നല്ല മനോഹരമാകുന്ന പള്ളി. ഈ പള്ളിക്ക് വേണ്ടി സദക്ക കൊടുത്ത ഒരുപാട് പാവങ്ങളുണ്ട്. എഴുതി വെച്ചോ, മുത്തുനബി പറയാ, അതിന്റെ പ്രിയപ്പെട്ടവരെ നന്മയാ, അവർക്ക് ആ സദക്ക കൊടുത്ത കാരണം കൊണ്ട് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയും. ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയും. ഞാൻ ചോദിക്കട്ടെ, സദക്ക കൊടുത്തിട്ട് ഏതെങ്കിലും ഒരു ചങ്ങാതി യതീഖാനയിലായിട്ടുണ്ടോ? സദക്ക കൊടുത്തിട്ട് പോക്കറ്റിലിരിക്കുന്ന പൈസ പള്ളിക്ക് കൊടുത്തിട്ട് ഏതെങ്കിലും നമ്മുടെ ഈ കോയിപ്പാടി കടപ്പുറത്തുള്ള ഏതെങ്കിലും ഒരാള് എൻ്റെ പ്രിയപ്പെട്ടവർ യതീഖാനയിലിട്ടുണ്ടോ? ഏതെങ്കിലും ഒരാൾക്ക് കുടുംബം മുഴുവൻ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഇല്ല. ആദരവാകുന്ന പ്രവാചകൻ പറയുന്നുണ്ട്, സദക്ക കൊടുത്താൽ അതിന്റെ 10 ഇരട്ടി പ്രതിഫലം നിങ്ങൾക്ക് ലഭിക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഒരിക്കല് ബഹുമാനപ്പെട്ട ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. അല്ലേ? ഇപ്പൊ നിങ്ങളുടെ ഭാര്യമാരൊക്കെ ഗർഭിണിയാകും. ഗർഭിണിയാകുന്ന സമയത്ത് നിങ്ങളുടെ ഭാര്യമാര് നിങ്ങളോട് എന്ത് ചോദിച്ചാലും നിങ്ങൾ വാങ്ങിച്ചു കൊടുക്കും. അല്ലേ? വാങ്ങിച്ചു കൊടുക്കും. കടലിൽ പോയി തിമിംഗലം പിടിച്ചോണ്ട് വരാൻ പറഞ്ഞാൽ നിങ്ങൾ ചിലപ്പോൾ എന്ത് ചെയ്യും? പാതിരാത്രി വെള്ളം എടുത്തിട്ട് പോയിട്ട് ചിലപ്പോൾ ഒരു മത്തി കൊണ്ട് കൊടുക്കും. അല്ലാഹു കാത്തിരിക്കട്ടെ, അല്ലാഹു ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. എന്നോടൊരു ചെറുപ്പക്കാരൻ പറഞ്ഞ, ഉസ്താദേ എൻ്റെ പ്രിയപ്പെട്ട ഭാര്യ രാത്രി 2 മണിക്ക് കോഴിക്കോടാണ് താമസിക്കണേ, രാത്രി 2 മണിക്ക് മസാല ദോശ വേണമെന്ന് പറഞ്ഞു ഉസ്താദേ. ഞാനങ്ങനെ കോഴിക്കോട് സിറ്റി മുഴുവനും തപ്പി, മസാല പോയിട്ട് ദോശ പോലും കിട്ടിയില്ല ഉസ്താദേ. അവസാനം
അവസാനം വീട്ടിൽ ഞാനൊരു ദോശമാവ് ഉണ്ടായിരുന്നു, അത് കുഴച്ച് ഞാൻ പാവപ്പെട്ട ഭാര്യയ്ക്ക് ഉണ്ടാക്കി കൊടുത്തെന്ന് പറയുമ്പോൾ, ഗർഭിണിയാകുന്ന സമയത്ത് നമ്മുടെ ഭാര്യമാർ എന്ത് ചോദിച്ചാലും നമ്മൾ കൊടുക്കും. ഗർഭിണി അല്ലാത്ത സമയത്ത് നമ്മളോട് ചോദിച്ചാലോ നമ്മൾ ചിലപ്പോൾ കൂമ്പുരിട്ട് വാട്ടും. അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറയണത്, ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. മോനെ പാപ്പയാവുക എന്ന് പറയുന്നത് വല്ലാത്ത സന്തോഷമാണ്. ചില ആളുകളുണ്ട്, ഞാൻ ഒരുത്തനോട് ചോദിച്ചാ, എടാ കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലമായി? ഉസ്താദെ 4 കൊല്ലമായി. ഞാൻ ചോദിച്ചു മക്കളുണ്ടോ? മക്കളില്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു എന്തെങ്കിലും പ്രതിസന്ധിയോ പ്രശ്നങ്ങളുണ്ടോ? ഞങ്ങൾ ട്രൈ ചെയ്തില്ല ഉസ്താദെ. എന്താ പറഞ്ഞേ? ഞങ്ങൾ ട്രൈ ചെയ്തില്ല ഉസ്താദെ. ഞാൻ ചോദിച്ചു എന്താ ട്രൈ ചെയ്യാത്തെ? സാമ്പത്തിക ഞെരുക്കം ഉസ്താദെ. പിന്നെ ജനിക്കാൻ പോണ കൊച്ചി നെസ്റ്റോയിന്നല്ലേ പാല് കുടിക്കുക, ജനിക്കാൻ പോണ കൊച്ചി ലുലുമാളിലെ പാലല്ലേ കുടിക്കുക. സാമ്പത്തിക ഞെരുക്കം ഉസ്താദെ. പറയണ പോഴത്തരങ്ങൾ. അള്ളാഹു കാത്തിരിക്കട്ടെ. അള്ളാഹു തരുമ്പോ മേടിച്ചോണം, പിന്നീട് അള്ളാഹു തരണമെന്നില്ല. അബോഷം ചെയ്യുന്നവർ പഠിച്ചോ, അതെന്റെ പ്രിയപ്പെട്ടവരെ പാപമാ. അള്ളാഹു കാത്തിരിക്കട്ടെ. ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ ഗർഭിണിയായി. ഫാത്തിമ ബീവിക്ക് ഒരാഗ്രഹം അലിയാർ തങ്ങളോട് പറഞ്ഞു, അലിയേ എനിക്ക് ഇത്തിരി റുമ്മാൻ പഴം വേണം. എന്താ പറഞ്ഞേ? എനിക്ക് ഇത്തിരി റുമ്മാൻ പഴം വേണം. ആദരവാകുന്ന പ്രവാചകന്റെ പൊന്നുമോള് ഫാത്തിമയുണ്ടല്ലോ, പടച്ചവനെ അലിയാർ തങ്ങളോട് പറയുകയാ, അലിയേ എനിക്കിത്തിരി റുമ്മാന് പഴമുണ്ടല്ലോ, വാങ്ങിച്ചു തരുമോ അലിയേ? പടച്ചവനെ അലിയാർ തങ്ങളതാ ചന്തയിലേക്ക് കടന്നു ചെല്ലുകയാ. അലിയാർ തങ്ങള് പടച്ചവനെ ചന്തയിലേക്ക് കടന്നു ചെന്നിട്ട്, നാദാ റുമ്മാന് പഴമുണ്ടല്ലോ, വാങ്ങുകയാ. സന്തോഷത്തോടെ കടന്നു വരികയാ. ഭാര്യയുടെ ചാരത്തേക്ക് സന്തോഷത്തോടെ കടന്നു വരികയാ. റുമ്മാന് പഴം വാങ്ങിയ തിരക്കില് അലിയാർ തങ്ങള് ഫാത്തിമയുടെ ചാരത്തേക്ക് കടന്നു വരുമ്പോ ഒരു യാചകനതാ അലിയാർ തങ്ങളോട് കടന്നു വന്നുകൊണ്ട് ചോദിക്കുകയാ, അലിയാർ തങ്ങളെ ദാരിദ്ര്യമാ, പ്രതിസന്ധിയാ, വിശക്കുന്നുണ്ടേ. അലിയാർ തങ്ങൾ പറയുകയാ, എന്റെ കയ്യിൽ ഭക്ഷണമില്ല, എന്റെ കയ്യിൽ പൈസയില്ല. അലിയാർ തങ്ങളോട് യാചകൻ എന്റെ പ്രിയമുള്ളവരെ പറയുകയാ, ആ കയ്യിലിരിക്കുന്ന റുമ്മാന് പഴമുണ്ടല്ലോ, എനിക്ക് തരുമോ അലിയേ? അലിയാർ തങ്ങൾ പറയുകയാ, ഇതെന്നെ പ്രിയപ്പെട്ട ഭാര്യയാകുന്നു, എന്നെ പ്രിയപ്പെട്ട എല്ലാം ആകുന്നു, എന്റെ ഫാത്തിമയ്ക്കുള്ള റുമ്മാന് പഴമാ, അത് തരാൻ കഴിയൂല. യാചകനോട് പറയുമ്പോ യാചകനതാ പറയുകയാ, എനിക്കാ പഴങ്ങൾ തന്നാൽ നിങ്ങൾക്ക് അല്ലാഹു പടച്ച തമ്പുരാൻ 10 ഇരട്ടി പ്രതിഫലം അതാ തരുമെന്ന് പറയുമ്പോ അലിയാർ തങ്ങൾ വേറെയൊന്നും ആലോചിക്കുന്നില്ല. അലിയാർ തങ്ങളതാ കയ്യിലിരിക്കുന്ന പഴങ്ങളുണ്ടല്ലോ, പടച്ചവനെ യാചകന് കൊടുക്കുകയാ. യാചകനതാ ദുആ ചെയ്യുകയാ, അല്ലാ ഇതിന് പകരമായിട്ട് 10 ഇരട്ടി പ്രതിഫലങ്ങള് അലിയാർ തങ്ങൾക്ക് കൊടുക്കണേ അല്ലാ, കബൂലാക്കണേ അല്ലാ. അലിയാർ തങ്ങളതാ കടന്നു വരികയാ, സങ്കടത്തോടെ കടന്നു വരികയാ, വീട്ടിലേക്ക് കടന്നു വരികയാ. അലിയാർ തങ്ങള് റുമ്മാന് പഴമില്ലാതെ വീട്ടിലേക്ക് എന്റെ പ്രിയമുള്ളവരെ കടന്നു വരുമ്പോ വീടിന്റെ വാതിക്കലതാ റുമ്മാന് പഴങ്ങളുണ്ടല്ലോ കൂട്ടിയിട്ടിരിക്കുകയാ. അലിയാർ തങ്ങൾ ഫാത്തിമയോട് ചോദിക്കുകയാ, ഇതെവിടെന്നാ ഫാത്തിമ? ഫാത്തിമ ബീവി അലിയാർ തങ്ങളോട് പറയുകയാ, ഇത് നിങ്ങൾ കൊണ്ടുവന്നതല്ലേ, ഇത് നിങ്ങൾ കൊണ്ടുവന്നതല്ലേ, ഇത് വേറെ ആര് കൊണ്ടുവരാനാ? അലിയാർ തങ്ങൾ ഇങ്ങനെ നടന്ന കാര്യങ്ങൾ പറയുകയാ, ഫാത്തിമ ഞാൻ കൊണ്ടുവന്ന റുമ്മാന് പഴമുണ്ടല്ലോ യാചകന് കൊടുത്തെന്ന് പറയുമ്പോ ഫാത്തിമ ബീവി പറയുകയാ, യാചകന് കൊടുത്ത കാരണം കൊണ്ട് അതിന്റെ പ്രതിഫലമായിട്ടാണ് 10 ഇരട്ടി പ്രതിഫലമാണ് അള്ളാഹു തന്നതെന്ന് പറയുമ്പോ എന്നെ നിറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കാന കോയിപ്പാടിക്കാരെ, എന്റെ പ്രിയമുള്ള കടപ്പുറത്ത് താമസിക്കുന്നവരെ, എന്റെ പ്രിയമുള്ള കാസർഗോഡുകാരെ, കരയാന് പാടില്ല. സമ്പത്തില്ലാത്തതിന്റെ പേരില് കരയാന് പാടില്ല. ആയിരങ്ങൾ കൊടുക്കണമെന്നില്ല, ലക്ഷങ്ങൾ കൊടുക്കണമെന്നില്ല, കോടികൾ കൊടുക്കണമെന്നില്ല. 1 രൂപയെങ്കിലും മോനെ ആരെങ്കിലും ഒരാൾ സ്വതക്ക കൊടുത്താൽ, ആരെങ്കിലും ഒരാൾ നന്മ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവർക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ
സല്ലല്ലാഹു അലൈഹി വസല്ലം ഫാത്തിമ ബീവിക്ക് മേടിച്ച റുമ്മാന് പഴം ഒരു പാവപ്പെട്ട യാചകന് കൊടുത്തപ്പോ എന്റെ പ്രിയപ്പെട്ടവർ അതിന് പകരമായി 10 ഇരട്ടി പ്രതിഫലം അല്ലാഹു ദുനിയാവിലും ആഖിറത്തിലും കൊടുത്തെന്ന് എന്റെ പ്രിയപ്പെട്ടവരെ ചരിത്രം സാക്ഷിയാക്കുമ്പോ ഞാൻ നിങ്ങളോട് പറയാ, ആരെങ്കിലും ഒരാൾ നന്മകൾ ചെയ്താൽ അവർ ഇൻഷാ അല്ലാഹ് എന്റെ പ്രിയപ്പെട്ടവരെ മരിക്കുമ്പോൾ ഈമാനോടെ മരിക്കും. അവര് ദഖലൽ ജന്ന, അവർ ജന്നാത്തുൽ ഫിർദൗസിലാണെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂൽ ചെയ്യട്ടെ. അപ്പോൾ 4 വിഭാഗം ആളുകൾ ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കും. അതിലൊന്ന് മുത്തുനബി എന്റെ പ്രിയപ്പെട്ടവരെ പറയാ, ആരെങ്കിലും ഒരാൾ നന്മകൾ ചെയ്താൽ, വഅൽ കേട്ട് നന്നായാൽ, അത് ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ അവർ ഇൻഷാ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കണം. ഒന്നാമത്തെ വിഭാഗം എന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറയാ, ഈ വഅൽ നിങ്ങൾക്കുള്ളത് മാത്രമല്ല, ഇത് എനിക്കും കൂടിയുള്ളതാ. ഇപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം കർണാടകയിൽ ഒരു സ്ഥലത്ത് ആത്തൂർ എന്ന് പറയുന്ന സ്ഥലത്ത് വയലിന് പോയപ്പോ എന്നോട് അവിടുത്തെ ഒരു തങ്ങളുണ്ട്, ഒരു സയ്യിദ് അവറുകളുണ്ട്. തങ്ങൾ ഇങ്ങനെ പ്രസംഗിക്കുന്ന സമയത്ത് എന്നോട് ചോദിച്ചു, ആശിക്കേ ഈ സ്റ്റേജിൽ ഇരിക്കുന്ന 2 സ്പീക്കർ എന്തിനാണെന്ന് ചോദിച്ചു, ഈ 2 മോണിറ്റർ എന്തിനാണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, തങ്ങളെ ഇത് പ്രസംഗിക്കുന്ന ആൾക്ക് ശബ്ദം കിട്ടാനുള്ള സാധന. തങ്ങൾ പറഞ്ഞു, അതിനല്ല. അപ്പൊ ഞാൻ ചോദിച്ചു, പിന്നെ എന്തിനാ തങ്ങളെ? തങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്, എടാ നീ ഇവിടെ കിടന്ന് തൊണ്ട പൊട്ടി വയല് പറയുമ്പോ, എടാ നാട്ടുകാർ മുഴുവൻ ഈ സ്പീക്കറിലൂടെ കേൾക്കുമ്പോ, എടാ നിനക്കും കൂടി നന്നാകാൻ ഈ 2 സാധനം വെച്ചിരിക്കണേ. അപ്പൊ എനിക്കും നന്നാകണം, നിങ്ങൾക്കും നന്നാകണം. ഈ പറയുന്ന അറിവ് നിങ്ങളുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, എന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവന്നാൽ, അൽഹംദുലില്ലാഹ് അവർ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കട്ടെ. അപ്പൊ ഈ ഒരു കാര്യം ചെയ്യൂലേ, നന്മകൾ നമ്മുടെ ജീവിതത്തിൽ അധികരിപ്പിക്കണം. പള്ളിക്ക് പൈസ കൊടുക്കണം, പള്ളിക്ക് സ്വതക്ക കൊടുക്കണം, ഉസ്താദന്മാരെ സഹായിക്കണം, വഅലിന്റെ സദസ്സുകളെ സഹായിക്കണം. അറിവെന്റെ പ്രിയപ്പെട്ടവരെ കേട്ട് കഴിഞ്ഞാൽ അത് ജീവിതത്തിലേക്ക് പകർത്താനുള്ള ഒരു ത്വര, ഒരാവേശം, ഒരാർത്തി നമുക്ക് എന്റെ പ്രിയപ്പെട്ടവരെ വേണം. അല്ലാഹുവേ നീ കാത്തിരിക്കണേ, അല്ലാഹ് ഈമാൻ നൽകണേ അല്ലാഹ്. അപ്പൊ ഇൻഷാ അല്ലാഹ് നന്മകൾ ചെയ്യൂലേ ഇൻഷാ അല്ലാഹ്. ബക്കറ്റ് പിരിവില്ലേ? ഇല്ല, ബക്കറ്റ് പിരിവില്ല. എന്നാ ബക്കറ്റ് ഇല്ല. ബക്കറ്റ് എടുക്കാൻ പറഞ്ഞ പിന്നെ എടുക്കാൻ പോകുന്നുണ്ട്. ബക്കറ്റ് വേണ്ട, ബക്കറ്റ് വേണ്ട. അപ്പൊ ഇൻഷാ അല്ലാഹ് അല്ലാഹു വേണോ? ബക്കറ്റ് വേണോ? ഇൻഷാ അല്ലാഹ്. എന്താ ആദ്യമായിട്ട് ഒരു സദസ്സിൽ ബക്കറ്റ് വേണ്ടെന്ന് പറയണേ. കാരണം അങ്ങനെ പറഞ്ഞാൽ അതിന്റെ പുറകിൽ എന്തോ വലുത് ട്രൗസർ ഊരാണ്ടെന്ന്. അല്ലാഹു ഈമാൻ നൽകുമാറാവട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞത്, ആരെങ്കിലും ഒരാൾ നന്മ ചെയ്താൽ അവരെന്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസിൽ കടക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുവേ ആ നന്മകൾ ചെയ്യാൻ ഞങ്ങൾക്ക് നീ സൗഭാഗ്യം നൽകണേ അല്ലാഹ്, സ്വീകരിക്കണേ അല്ലാഹ്. 2 ആദരമാകുന്ന പ്രവാചകനതാ പറയുകയാ, സഹാബാ ജന്നാത്തുൽ ഫിർദൗസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ പ്രതിഫലം വേണോ? ഏതാണ് സഹാബാ? ആദരവാകുന്ന പ്രവാചകനതാ പറയുകയാ, 1 നന്മകൾ ചെയ്യുന്നവരാണെന്ന് പറയുമ്പോ, 2 ഏതെന്നറിയോ? ലോകത്തിന്റെ പ്രവാചകനതാ പറഞ്ഞു കൊടുക്കുകയാ, വയദുഊനനാ റഅബൻ വറഹബാ. അല്ലാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ? അല്ലാഹുവിലെ ആരെങ്കിലും ഒരാൾ പ്രതീക്ഷ വെച്ചുകൊണ്ട് എന്റെ പ്രിയമുള്ളവരെ ഇബാദത്ത് ചെയ്താൽ, അല്ലാഹുവില് ആരെങ്കിലും ഒരാൾ പ്രതീക്ഷ വെച്ചുകൊണ്ട് ജീവിച്ചു കഴിഞ്ഞാൽ അവനതാ ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്നതാ. നിറഞ്ഞിരിക്കുന്ന ആയിരക്കണക്കാന സഹോദരങ്ങളോട്, ആയിരക്കണക്കാന സഹോദരിമാരോട് പറയുകയാ, സങ്കടങ്ങൾ വരുമ്പോ, വേദനകൾ വരുമ്പോ, നൊമ്പരങ്ങൾ വരുമ്പോ, കണ്ണുനീരുകൾ വരുമ്പോ, വ്യസനങ്ങൾ വരുമ്പോ, യാതനകൾ വരുമ്പോ, കടങ്ങൾ വരുമ്പോ കരയാൻ പാടില്ല, വേദനിക്കാൻ പാടില്ല, വിഷമിക്കാൻ പാടില്ല. അല്ലാഹുവിന്റെ ഖുർആനതാ പറയുകയാ, അല്ലാഹുവിന്റെ മുമ്പില് അല്ലാഹുവിനോട് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ? അവരാണ് മോനെ
ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കുന്ന രണ്ടാമത്തെ വിഭാഗമെന്ന് റസൂലുള്ളാഹി അതാ പറയുമ്പോ ഇബ്രാഹിം നബിയുടെ ചരിത്രം അറിയുമല്ലോ. ഇബ്രാഹിം നബി അതാ നമ്രൂദ് എന്ന് പറയുന്ന നീചനായ രാജാവുണ്ടല്ലോ തീക്കുണ്ടാരത്തിലേക്ക് വലിച്ചെറിയുകയാ. എല്ലാവരും എന്റെ പ്രിയമുള്ളവരെ അത്ഭുതപ്പെടുകയാ. ഇബ്രാഹിം നബി അതാ തീക്കുണ്ടാരത്തിലേക്ക് വീണുപോയല്ലോ. ഇബ്രാഹിം നബി അതാ കരിയുമല്ലോ, കത്തി കരിയുമല്ലോ. ജിബ്രീൽ അതാ കടന്നു വരികയാ ഇബ്രാഹിം നബിയുടെ ചാരത്തേക്ക്. ജിബ്രീൽ എന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. എന്നിട്ടതാ ജിബ്രീലിനോട് ചോദിക്കുകയാ. ജിബ്രീൽ അതാ ഇബ്രാഹിം നബിയോട് ചോദിക്കുകയാ, നബിയേ ഈ തീക്കുണ്ടാരമുണ്ടല്ലോ ഇത് തണുപ്പാക്കി മാറ്റി തരട്ടെ. ഇബ്രാഹിം നബി അതാ പറയുകയാ, ആവശ്യമില്ല, വേണ്ടതില്ല, എനിക്കെന്നെ അള്ളയുണ്ടടോ, എനിക്കെന്നെ അള്ളയുണ്ട് എന്നെ പ്രിയമുള്ളവരെ ജിബ്രീൽ പറയുമ്പോ യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ഉണ്ടല്ലോ ഒരു മത്സ്യത്തിന്റെ വയറ്റിലേക്ക് കടന്നു ചെല്ലുകയാ. പടച്ചവനെ തിരമാലയെ കീറി മുറിച്ചുകൊണ്ട് കോയിപ്പാടി കടപ്പുറത്തിലൂടെ കുമ്പളയുടെ പരിസരത്തിലൂടെ കടലിലൂടെ ബോട്ടെടുത്തുകൊണ്ട് പോകുന്നവരോട് പറയുകയാ, ഓക്കി ദുരന്തമതാ കടന്നു വന്നപ്പോ എത്രയോ പേര് കോയിപ്പാടി കടപ്പുറത്ത് കടലിൽ എന്റെ പ്രിയമുള്ളവരെ മീൻ പിടിക്കാൻ പോയതാ. തിരിച്ചു വരുന്നത് മയ്യത്താണ് അല്ലോ, മയ്യത്താണ് അല്ലോ. പടച്ചവനെ തിരമാലകളെ കീറി മുറിച്ചുകൊണ്ട് മീൻ പിടിക്കാന് പോകുന്ന പാവപ്പെട്ട മത്സ്യത്തൊഴിലാളികളാണ്. അല്ലാഹുവേ ആഫിയത്ത് കൊടുക്കണേ അല്ലാ, ദീർഘായുസ് കൊടുക്കണേ അല്ലോ, അപകടങ്ങൾ കൊടുക്കല്ലേ അല്ലോ, ദുരിതങ്ങൾ കൊടുക്കല്ലേ അല്ലോ, ദുരന്തങ്ങൾ കൊടുക്കല്ലേ അല്ലോ. കഴിഞ്ഞ ദിവസം എന്നെ പ്രിയമുള്ളവരെ ഞാനാ കടലിലേക്കൊന്ന് പോയതാ. പടച്ചവനെ വള്ളത്തിൽ കയറുമ്പോ പടച്ചവനെ പേടിയാകുകയാ. വള്ളം ഇങ്ങനെ ആടുമ്പോ എന്റെ കൂടെ വന്നവര് ഞാനടക്കമുണ്ടല്ലോ അങ്ങോട്ടും ഇങ്ങോട്ടും എന്റെ പ്രിയമുള്ളവരെ ആടുമ്പോ ഛർദിക്കുമ്പോ വയറുവേദന എടുക്കുമ്പോ ദിവസങ്ങളോട് ഉൾക്കടലിലേക്ക് പോയിട്ട് മത്സ്യം പിടിക്കുന്ന പാവപ്പെട്ടവരോട് പറയുകയാ, മോരേ ബഹുമാനപ്പെട്ട യൂനുസ് നബി അലൈഹിസ്സലാത്തു വസ്സലാം പടച്ചവരെ ഒരു മത്സ്യത്തിന്റെ വായിലതാ പടച്ചവനെ അകപ്പെടുകയാ. യൂനുസ് നബിയുണ്ടല്ലോ ഒരാളോടും സഹായം ചോദിക്കുന്നില്ല. യൂനുസ് നബിയുണ്ടല്ലോ അള്ളാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുമ്പോ അള്ളാഹു പടച്ച തമ്പുരാൻ യൂനുസ് നബിയതാ ആ മത്സ്യത്തിന്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുവന്നെന്ന് ചരിത്രം പറയുമ്പോ അള്ളാഹുവിലേക്ക് ആരെങ്കിലും ഒരാൾ പ്രതീക്ഷ വെച്ചാൽ, അള്ളാഹുവിലേക്ക് ആരെങ്കിലും ഒരാൾ പ്രതീക്ഷ വെച്ചാൽ, അവനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അൽഹംദുലില്ലാഹ് അവനിക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുന്നതെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം യദ്ഊനനാ റഅബൻ വറഹബാ. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ അവനിക്കാണ് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ പറഞ്ഞു, ഇപ്പോ നിങ്ങളോട് ചോദിക്കാം, മത്സ്യമുണ്ടോ, മീനുണ്ടോ? ഇല്ല. ചില ആളുകൾ ഒരു മാസമായിട്ട് പോകാത്തവരുണ്ട്, 2 മാസമായിട്ട് പോകാത്തവരുണ്ട്, ഒരാഴ്ചയായിട്ട് പോകാത്തവരുണ്ട്. ചില വള്ളക്കാർക്കൊക്കെ ഇപ്പോഴും മീൻ ലഭിക്കുന്നുണ്ട്. ഞാൻ ചോദിക്കട്ടെ, ഈ വലിയ കടലിൽ മീനില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കും? ഈ വലിയൊരു കടലിൽ മീനില്ലെന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിശ്വസിക്കോ? മീനുണ്ട്, പക്ഷേ നമുക്ക് കിട്ടണില്ല. അല്ലാഹു ഈമാൻ നൽകട്ടെ, അല്ലാഹു കാത്തിരിക്കട്ടെ. ഞാൻ പറയാ, അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് ദുആ ചെയ്തുകൊണ്ട് ഇറങ്ങണവരാരാ എഴുതി വെച്ചോ, അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ചില ആളുകളുണ്ട് കടങ്ങൾ വരുമ്പോൾ ആത്മഹത്യ ചെയ്യുന്ന ചില ആളുകളുണ്ട്, അല്ലെ? ചില ആളുകൾ കടങ്ങൾ വരുമ്പോൾ ആത്മഹത്യ. ഞാനിപ്പോ കഴിഞ്ഞ ദിവസം ഈ ഷൊർണൂർ ഭാഗത്ത് വഅദിന് പോകുമ്പോൾ പെട്ടെന്ന് ട്രെയിൻ നിർത്തി
അപ്പൊ കുറച്ച് പോലീസുകാര് ട്രെയിനിന്റെ അകത്തൂടെ ഇങ്ങനെ കടന്നു പോയപ്പോ ഞാൻ ചോദിച്ചു എന്തേ ട്രെയിൻ നിർത്തിയത്? അപ്പൊ പറഞ്ഞ ഉസ്താദേ, ഒരു പെണ്ണ് തല വെച്ചു ഉസ്താദെ. എന്താ പറയുന്നത്? ഒരു പെണ്ണ് ട്രെയിൻ ഞാൻ തല വെച്ചിട്ട് ചിതറിപ്പോയി ഉസ്താദ് എന്ന് പറയുമ്പോൾ ഞാൻ പറയാ, ഒരിക്കലും നിങ്ങൾ ആത്മഹത്യ ചെയ്യാൻ പാടില്ല. അള്ളാഹു നിന്റെ കൂടെയുണ്ട്. ലാ തഹ്സൻ ഇന്നല്ലാഹ മഅനാ. ഒരിക്കലും നിങ്ങൾ സങ്കടപ്പെടരുത്, നിങ്ങളുടെ കൂടെ അള്ളാഹു ഉണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ. ഇന്ന മഅൽ ഉസ്രി യുസ്റ. എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ വേദനകൾക്കും, എല്ലാ യാതനകൾക്കും ശേഷം ഒരു സന്തോഷമുണ്ടെന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ പറയുമ്പോൾ 10 ദിവസം ചിലപ്പോൾ മീനുണ്ടാകൂല, 15 ദിവസം ചിലപ്പോൾ മീനുണ്ടാകൂല, 20 ദിവസം ചിലപ്പോൾ മീനുണ്ടാകൂല, ഒരു മാസം ചിലപ്പോൾ മീനുണ്ടാകൂല. ഒരു മാസം കഴിഞ്ഞ് പിറ്റേത്തെ മാസം നിങ്ങൾ മീൻ പിടിക്കാൻ പോകുമ്പോഴായിരിക്കും 10 ലക്ഷത്തിന്റെ മത്തി നിങ്ങളുടെ വലയിൽ കയറണേ. അള്ളാഹു നിങ്ങളുടെ കച്ചവടത്തിലും സമ്പത്തിലും മത്സ്യത്തിലും ഒക്കെ അള്ളാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കട്ടെ. ഇന്ന് മീൻ കിട്ടുന്നവന് നാളെ കിട്ടണമെന്നില്ല, ഇന്ന് കിട്ടാത്തവന് നാളെ കിട്ടണമെന്നില്ല, ഇന്ന് വള്ളമുള്ളവന് നാളെ ആ വള്ളം നിലനിൽക്കണമെന്നില്ല. ഇന്ന മഅൽ ഉസ്രി യുസ്റ. എല്ലാ സങ്കടങ്ങൾക്കും, എല്ലാ വേദനകൾക്കും, എല്ലാ യാതനകൾക്കും ശേഷം ഒരു സന്തോഷമുണ്ടെന്ന് അള്ളാഹുവിന്റെ ഖുർആൻ പറയുമ്പോൾ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ? അവർക്ക് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. നമ്മുടെ പെണ്ണുങ്ങളുടെ ഭാഗത്തേക്ക് ഇൻഷാ അല്ലാഹ് ബക്കറ്റ് വരണുണ്ട്. ആ സമയത്ത് എന്ത് ചെയ്യുക? എല്ലാവരും ആത്മാർത്ഥമായി കൊടുക്കുക. എവിടെയൊക്കെ ഇരിക്കണം ഉസ്താദേ? ഇവിടെ ഇരിപ്പുണ്ട്, അവിടെ ഇരിക്കണുണ്ട്, അവിടെ പരിപാടി കിടപ്പുറം പോലെ തന്നെ ലോകത്ത് മൊത്തം ഉണ്ട്. ഇവിടെ ഉണ്ട്, എല്ലായിടത്തും ഉണ്ട് ഇൻഷാ അല്ലാഹ്. അള്ളാഹു അവരുടെ ജീവിതത്തിലൊക്കെ അള്ളാഹു ബറക്കത്ത് കൊടുത്ത് അനുഗ്രഹിക്കുമാർ. അവരുടെ ആണുങ്ങളുടെ ഭാഗത്ത് ബക്കറ്റില്ല, മനസ്സിലായില്ലേ? ആണുങ്ങളുടെ ഭാഗത്ത് ബക്കറ്റില്ല, വേറെ എന്തോ ഉഹദ് യുദ്ധം വരാനുണ്ട്. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു കൊടുക്കാനും അതൊക്കെ അൽഹംദുലില്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാനുള്ള അമലായി അത് സ്വീകരിക്കുമാറാവട്ടെ, കബൂലാക്കി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പൊ എന്ത് ചെയ്യുക? നമ്മുടെ സഹോദരിമാരൊക്കെ ആത്മാർത്ഥമായി കൊടുക്കുക. അപ്പൊ ഞാൻ പറഞ്ഞത്, എത്ര സങ്കടങ്ങളും വേദനകളും വന്നാലും അള്ളാഹിനോട് ദുആ ചെയ്യണം. ഞാൻ ഈ മംഗലാപുരത്ത് പരിസരത്തിൽ വഅദിന് പോയി. ഉച്ചയ്ക്ക് ഒരു വീട്ടിൽ ഭക്ഷണം കഴിക്കാൻ ചെന്നപ്പോൾ എൻ്റെ മുമ്പിൽ ഒരു 4 പേര് ഇങ്ങനെ ഭക്ഷണം കഴിക്കാതിരിക്കുക. 4 പേര് ഭക്ഷണം കഴിക്കാതിരിക്കുക. 3 പേർക്ക് ഭയങ്കര സങ്കടം മുഖത്ത്, 3 പേർക്ക് ഭയങ്കര വിഷമം. 4മതിരിക്കണവന് ഭയങ്കര സന്തോഷം. ഞാൻ ട്രെയിൻ ഇറങ്ങിയപ്പോൾ ഓൻ്റെ മോന്തയ്ക്ക് ഭയങ്കര പുഞ്ചിരിയ. ഞാൻ ഓർത്ത് ഇനി ഓൻ എന്നെ കളിയാക്കണതായിരിക്കും. കാരണം എന്താ, ഓൻ്റെ മുഖത്ത് നോക്കുമ്പോൾ ഇങ്ങനെ പുഞ്ചിരിക്കുക. ബാക്കി 3 പേരും ഭയങ്കര ഒരു എന്നെ കണ്ട ഇപ്പം വാളിഞ്ഞ് കുത്തുമെന്നുള്ള രീതിയിലാണ് 3 പേര് ഇരിക്കണേ. അള്ളാഹുവേ, അങ്ങനെ ഞാനിങ്ങനെ ചോറ് കഴിക്കണ സമയത്ത് ഞാൻ ചോദിച്ചു, എന്താ നിങ്ങളുടെ 3 പേരുടെ മുഖത്തും ഭയങ്കര സങ്കടം? നിങ്ങളുടെ 3 പേരുടെ മുഖത്ത് എന്തേ ഭയങ്കര സങ്കടം? ആ സമയത്ത് ആ 3 പേര് പറയും, ഉസ്താദെ ഞങ്ങളൊരു ബിസിനസ് തുടങ്ങി ഉസ്താദെ, പൊട്ടി തകർന്നു പോയി ഉസ്താദെ, 3.5 കോടി രൂപ നഷ്ടമാണ്. എന്താ പറഞ്ഞേ? ഞങ്ങൾക്ക് 3 പേർക്കും 3.5 കോടി രൂപ നഷ്ടമാണ്, അതിന്റെ സങ്കടം ഉസ്താദെ, എങ്ങനെ വീട്ടുവെന്നറിയില്ല. അപ്പൊ ഞാൻ എന്ത് ദുആ ഒക്കെ ചെയ്തു കൊടുത്തു. ഞാൻ 4മതിരിക്കണവനോട് ചോദിച്ചു, എടാ നിനക്ക് കടവും ബാധ്യതകളൊന്നും ഇല്ലേ? ഓൻ പറഞ്ഞതാ, ഉസ്താദെ ഞാൻ ഈ 3 പേരുടെ ഹെഡ് ഓഫീസാ ഉസ്താദെ, ഞാൻ ഇവരുടെ തലവനാ ഉസ്താദെ. ഞാൻ ചോദിച്ചു, എനിക്ക് മനസ്സിലായില്ല, ഇവരെ ബിസിനസ്സിലേക്ക് കൊണ്ടുവന്നത് ഞാനാ ഉസ്താദെ, ഞാനാണ് ഇവരുടെ ഹെഡ് ഓഫീസ്, ഞാനാണ് ഇവരുടെ തലവൻ, ഞാനാണ് ഇവരുടെ മാനേജർ. ഇവർക്ക് 3.5 കോടിയാണ് നഷ്ടമെങ്കിൽ എനിക്ക് ഇരട്ടി 7.5 കോടിയാണ് നഷ്ടം ഉസ്താദെ. ഞാൻ ചോദിച്ചു, എടാ 7.5 കോടി നിനക്ക് നഷ്ടമായിട്ടും കടമായിട്ടും നിനക്കൊരു പ്രതിസന്ധിയും പ്രയാസവും ഒരു വിഷമവും ഇല്ലേ? ഓൻ പറഞ്ഞൊരു വാക്യമുണ്ട്, അള്ളാഹ് എന്റെ കൂടെയുണ്ട്. എന്താ പറയണേ? അള്ളാഹു എന്റെ കൂടെയുണ്ട്. അതാ പറയണേ, അള്ളാഹുവിലേക്ക് ആരെങ്കിലും ഒരാൾ വിശ്വാസം അർപ്പിച്ചുകൊണ്ട് ദുആ ചെയ്താൽ അവനിക്ക് ഇൻഷാ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസ് ഉണ്ടെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. ഞാൻ ചോദിക്കട്ടെ, ഇപ്പൊ 15 ദിവസമായിട്ട് നിങ്ങൾ മീൻ പിടിക്കാൻ പോയില്ല, 15 ദിവസമായിട്ട് നിങ്ങൾ മീൻ പിടിക്കാൻ പോയില്ല. നിങ്ങൾ 15ാമത്തെ ദിവസം ഇശാ നിസ്കരിച്ചിട്ട് അള്ളാഹിനോട് കരഞ്ഞിട്ട് ദുആ രക്കും, അള്ളാഹുവേ എനിക്ക് ഇത്തിരി മീൻ തരണേ അല്ലാ, ജീവിക്കാൻ വകുപ്പില്ല റഹ്മാനെ, എനിക്ക് ഇത്തിരി മീൻ തരണേ അല്ലാ. എന്തുകൊണ്ട് നിനക്ക് അള്ളാഹിനോട് ചോദിച്ചൂടാ, എനിക്കൊരു ബോട്ട് മുഴുവനും മീൻ നിന്നോട് എന്ന് ചോദിച്ചൂടെ? ഇപ്പൊ ഒരു തുണ്ട് ഭൂമി പോലും ഇല്ലാത്തവർ ഈ റിഫായിയ ജുമാ മസ്ജിദിന്റെ പരിസരത്തുണ്ടാകും, വാടകയ്ക്ക് താമസിക്കണവരുണ്ടാകും. നിങ്ങൾ അള്ളാഹിനോട് ദുആ ചെയ്യണത് എങ്ങനെയാ? അള്ളാഹുവേ എനിക്കൊരു 5 സെന്റ് ഭൂമിയെങ്കിലും നീ ഈ കോയിപ്പാടി കടപ്പുറത്ത് തരണേ അല്ലാ. അങ്ങനെ ദുആ രക്കണം. എന്തേ? അള്ളാഹിനോട് 1 ഏക്കർ ചോദിച്ചാൽ അള്ളാഹ് തരൂലേ? അള്ളാഹിനോട് ഒരു 10-20 സെന്റ് ചോദിച്ചാൽ അള്ളാഹ് തരില്ലേ? നമുക്ക് വിശ്വാസമില്ല, അള്ളാഹ് തരുമോ ഇല്ലയോ എന്നൊരു ചിന്തയാണ് നമുക്ക്. പാടില്ല. ആരെങ്കിലും ഒരാൾ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഇജാബത്ത് ലഭിക്കും, അവർക്ക് എന്റെ പ്രിയപ്പെട്ടവരെ ജന്നാത്തുൽ ഫിർദൗസ് ലഭിക്കുമെന്ന് ഹബീബിനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലേ, ചില ആളുകളൊക്കെ പറയും, ഉസ്താദെ കൊല്ലങ്ങളായി കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ല. അല്ലെ, ഉമ്മയാകുക എന്ന് പറയുന്നത് എന്റെയും നിങ്ങളുടെയും ഭാര്യമാരുടെ ഏറ്റവും വലിയ ആഗ്രഹമാണ്. നിങ്ങളുടെയൊക്കെ ഭാര്യമാരുടെ ഏറ്റവും വലിയ ആഗ്രഹം ഉമ്മയാകുക എന്ന് പറയണത്. അല്ലേ? അള്ളാഹുവേ ഞങ്ങളുടെ പ്രിയപ്പെട്ട ഭാര്യമാർക്ക് നല്ല മക്കളെ നൽകി അനുഗ്രഹിക്കണേ അള്ളാഹ്. എൻ്റെ ഒരു ചെറുപ്പക്കാരൻ എപ്പോഴും പറയും, ഉസ്താദെ മക്കളില്ല. എന്താ പറയണേ? മക്കളില്ല. അങ്ങനെ ഞാൻ ഇവന്റെ നാട്ടിൽ വഅദിന് ചെന്നപ്പോ ഓൻ എനിക്കൊരു മെസ്സേജ് വിട്ടു, അൽഹംദുലില്ലാ സുമ്മ അൽഹംദുലില്ലാ.
ഞാൻ ചോദിച്ചു എന്തേ? ഭയങ്കര സന്തോഷമാണല്ലോ ഉസ്താദേ. 9 കൊല്ലമായി എന്റെ കല്യാണം കഴിഞ്ഞിട്ട് മക്കളില്ലായിരുന്നു. 10ാമത്തെ കൊല്ലത്തിലേക്ക് കടന്നു, എന്റെ ഭാര്യ ഗർഭിണിയായി ഉസ്താദേ. അങ്ങനെ അൽഹംദുലില്ലാഹ് സന്തോഷം. ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ സഹോദരൻ വീണ്ടും എനിക്ക് മെസ്സേജ് അയച്ചു, അൽഹംദുലില്ലാഹ് സുമ്മ അൽഹംദുലില്ലാഹ്. ഞാൻ ചോദിച്ചു ഭാര്യ വീണ്ടും ഗർഭിണിയായോ? അപ്പം പറഞ്ഞു ഉസ്താദെ കളിയാക്കല്ലേ ഉസ്താദെ, തമാശ പറയല്ലേ ഉസ്താദെ, എനിക്കൊരു സന്തോഷ വാർത്തയും കൂടിയുണ്ട്. ഞാൻ ചോദിച്ചു എന്താ? ഉസ്താദെ എൻ്റെ ഭാര്യ ഗർഭിണിയായിരുന്നല്ലോ, ഡോക്ടറിനെ കൊണ്ട് കാണിച്ചപ്പോൾ ഡോക്ടർ സ്കാൻ ചെയ്യാൻ പറഞ്ഞു. സ്കാൻ ചെയ്തപ്പോൾ എൻ്റെ ഭാര്യയ്ക്ക് ഇരട്ട കുട്ടികളാ ഉസ്താദെ, ഡബിൾ ഓംപ്ലേറ്റാ. അതാ പറയണേ, അല്ല 9 കൊല്ലമായിട്ട് മക്കളെ കൊടുത്തില്ല, 10ാമത്തെ കൊല്ലമായപ്പോൾ അല്ല മക്കളെ കൊടുത്തു, അതും ഡബിൾ ആ സ്ട്രോങ് ആ കൊടുത്തേ. അതാ അള്ളാഹിനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ, അവർക്ക് ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ടവരെ സ്വർഗത്തിലേക്ക് കടക്കാൻ കഴിയും. അതുകൊണ്ട് മീനില്ല എന്ന് പറഞ്ഞിട്ട് നിസ്കരിക്കാതെ നടന്നിട്ട് കാര്യമില്ല. മീനില്ലെങ്കിൽ പള്ളിയിലേക്ക് വരണം, എന്നിട്ട് അവിടെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ, മത്സ്യമാണ് റഹ്മാനെ ഞങ്ങളുടെ സമ്പത്ത്, അതില്ലെങ്കിൽ ഞങ്ങൾക്ക് ജീവിക്കാൻ കഴിയൂല. റഹ്മാനെ, ഞങ്ങൾക്ക് നീ മത്സ്യബന്ധനത്തിൽ ബറക്കത്ത് തേടേ അല്ലാ, നിന്നിലും മാത്രമാണ് പ്രതീക്ഷ അല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ, എഴുതി വെച്ചോ എൻ്റെ പ്രിയപ്പെട്ടവർ. അല്ലാഹു നിങ്ങളുടെ മത്സ്യത്തിൽ അല്ലാഹു ബറക്കത്ത് നൽകും. ഞാൻ ചോദിക്കട്ടെ, ഞാനൊരു സൂറത്ത് പറഞ്ഞ ഓതുവോ? മത്സ്യബന്ധനത്തിൽ ബറക്കത്ത് കിട്ടാൻ ഒരു സൂറത്ത് പറഞ്ഞാൽ ഓതുവോ ഉസ്താദേ? സൂറത്ത് പറഞ്ഞാൽ എത്ര തവണ ഓതാ ഉസ്താദേ? കാരണം മത്സ്യമാണ് നിങ്ങളുടെ എല്ലാം. ബിസിനസ്സിൽ ബറക്കത്ത് വേണമെങ്കിൽ, മത്സ്യബന്ധനത്തിൽ ബറക്കത്ത് വേണമെങ്കിൽ, ജോലിയിൽ ബറക്കത്ത് വേണമെങ്കിൽ, മഹാന്മാരാകുന്ന പണ്ഡിതന്മാർ പറയുന്നു നിങ്ങളൊരു സൂറത്ത് ഓതണം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം എൻ്റെ നാട്ടിൽ വയലൊന്നും ഇല്ലാത്ത ദിവസം ഞാൻ പഠിച്ച പള്ളിയിൽ ഇങ്ങനെ പോയി, ആലപ്പുഴയിൽ മസ്താൻ പള്ളിയിൽ. അവിടെ സിറാജ് എന്ന് പറഞ്ഞൊരു ചെറുപ്പക്കാരനുണ്ട്. ഓൻ വന്നിട്ട് എൻ്റെ കൈ പിടിച്ചിട്ട് പറഞ്ഞു, ഉസ്താദേ എൻ്റെ ജോലിയിൽ ബറക്കത്ത് കിട്ടാൻ വേണ്ടി ദുആ ചെയ്യണം. ഓൻ്റെ ജോലി എന്താ? ഖബറ് വെട്ട. അല്ലാഹു നൽകട്ടെ, അല്ലാഹു കാത്തിരിശിക്കുമാറാവട്ടെ. അല്ലേ, ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലെ ഖബറ് വെട്ടിയൊക്കെ ഇപ്പൊ ഇവിടെ ഖബറ് വെട്ടാൻ ആളുണ്ടോ? ഇവിടെ ഖബറ് വെട്ടാൻ ആളുണ്ടോ? ഇല്ലല്ലോ. ഖബറ് വെട്ടാൻ ആളുണ്ടോ? അതോ ജോലിക്ക് വെച്ചിരിക്കുകയാണോ? ഇവിടുത്തെ നാട്ടിലെ ചെറുപ്പക്കാരൊക്കെ കൂടി വെട്ടുകയാണോ? എങ്ങനെ ഉസ്താദേ? ഇവിടെ ആരും മരിക്കണില്ലെന്ന് അറിയണേ, ഇവിടുത്തെ ചെറുപ്പക്കാർ വെട്ടുക. ചില നാട്ടിലൊക്കെ ഖബറ് വെട്ടിയിട്ടിരിക്കുക, മരിച്ചു കൊടുത്താൽ മതി. അള്ളാഹു നല്ല മരണം അള്ളാഹു നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. ഞാൻ പണ്ട് പഠിക്കണ സമയത്ത് ഞങ്ങളുടെ പള്ളിയിൽ ഉസ്താദ് പറഞ്ഞു, ആശിക്കേ എടാ പള്ളിക്കാട്ടിൽ നിന്ന് പുക വരുന്നെന്ന് പറഞ്ഞു. എന്താ പറഞ്ഞേ? പള്ളിക്കാട്ടിൽ നിന്ന് പുക വരുന്നെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ഓർത്തു, ഉസ്താദ് ഇനി കരിയിലകളൊക്കെ വീണ സമയമാണ്, പഠിച്ചവൻ ഇനി വല്ല ആരെങ്കിലും കൊണ്ടുവന്ന് തീപ്പെട്ടിട്ട് കത്തിച്ചിട്ടുണ്ടാകും, ഞാനൊന്ന് നോക്കട്ടെ എന്ന് പറഞ്ഞു. ഞാൻ ഇങ്ങനെ പള്ളിക്കാട്ടിലോട്ട് ഇങ്ങനെ പുക ഇങ്ങനെ നോക്കി കയറി ചെല്ലുമ്പോൾ സുബ്ഹാനല്ലാഹ്, ഖബറ് വെട്ടുക. പക്ഷെ വായിലോൻ്റെ സിഗരറ്റ് ഇരിക്കുക. അല്ലാഹു നൽകട്ടെ. സിഗരറ്റ് വലിച്ചിട്ട് ഇങ്ങനെ ഓരോ വെട്ടുക. അല്ല, ചില ആളുകൾ അങ്ങനെ ഖബറ് കണ്ടാലും പേടിയില്ല, എന്ത് കണ്ടാലും പേടിയില്ലാത്ത ചില ആളുകൾ. ഞാൻ പറയാം, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ, അവർക്ക് ഇൻഷാ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാം. മത്സ്യബന്ധനത്തിൽ ബറക്കത്ത് വേണോ? ഇത് സൂറത്ത് ഓതണ്ടേ? ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. വശംസി വളുഹാഹാ വൽഖമരി ഇദാ തലാഹാ വന്നഹാരി ഇദാ ജല്ലാഹാ വല്ലൈലി ഇദാ യഅശാഹാ വസ്സമാഇ വമാ ബനാഹാ. ഈ സൂറത്ത് ആരെങ്കിലും ഒരാൾ എല്ലാ ദിവസവും മോദിയിട്ട് നിങ്ങളുടെ കച്ചവടത്തിനോ മത്സ്യബന്ധനത്തിനോ എന്തിനും പോയിക്കോ, അള്ളാഹു നിങ്ങളുടെ കച്ചവടത്തിനും മത്സ്യബന്ധനത്തിനും ബറക്കത്ത് നൽകുന്ന. അപ്പൊ ഇൻഷാ അല്ലാഹ് അള്ളാഹു സ്വീകരിക്കട്ടെ. ചില ആളുകളൊക്കെ പറയും, ഉസ്താദേ മീൻ പിടിച്ചിങ്ങനെ വലയിലും മത്തി കയറിയതാ ഉസ്താദേ, വള്ളത്തിലോട്ട് ഇങ്ങനെ എത്താൻ പോയപ്പോ ഈ വല പൊട്ടിപ്പോയി ഉസ്താദേ എന്ന് പറയുന്ന സാധുക്കളുണ്ട്. അള്ളാഹുവേ നീ ബറക്കത്ത് കൊടുക്കണേ അല്ലാ, സന്തോഷം കൊടുക്കണേ അല്ലാ. പാവങ്ങളാ, ചില ദിവസമൊക്കെ വരുമ്പോ മണ്ണെണ്ണയുടെ പൈസലും കിട്ടൂല, കടവ, എന്നാലും സഹിച്ചുകൊണ്ട് പള്ളിക്ക് സദഖ കൊടുക്കുന്നവർ അള്ളാഹുവേ സ്വീകരിക്കണേ റഹ്മാനെ. മക്കളില്ലാത്തവർ അള്ളാഹിനോട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ. അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് അള്ളാഹ് എപ്പോഴാണോ തരുന്നത് അതുവരെ നിങ്ങൾ കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അള്ളാഹു നിങ്ങൾക്ക് തരും. ഒരിക്കല് മൂസ നബിയുടെ ചാരത്തേക്ക് ഒരു പെണ്ണ് എൻ്റെ പ്രിയപ്പെട്ടവരെ കടന്നു വന്നു. മൂസാ നബിയുടെ ചാരത്തേക്ക് ഒരിക്കലൊരു പെണ്ണ് കടന്നു വരികയാ. അള്ളാഹുവിന്റെ ഹബീബാകുന്ന നബി തങ്ങളതാ പറഞ്ഞല്ലോ, വയദുഊനനാ റഅബൻ വറഹബാ. ആരെങ്കിലും ഒരാൾ പടച്ചവനിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്യുന്നവരാരാ, അവനിക്കാണ് ജന്നാത്തുൽ ഫിർദൗസ് എന്ന് അല്ലാഹുവിന്റെ റസൂലിന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ, മൂസാ നബിയുടെ ചാരത്തേക്ക് അതാ ഒരു പെണ്ണതാ കടന്നു വരികയാ. ഒരു പെണ്ണതാ കടന്നു വന്നുകൊണ്ട് പറയുകയാ, മക്കളില്ല, ദുആ ചെയ്യുമോ? അല്ലാഹുവോട് സംസാരിച്ച പ്രവാചകനല്ലേ മൂസാ നബി. അതാ 2 കരങ്ങൾ ഉയർത്തുകയാ.
കൊടുക്കുകയാ, അള്ളാനോട് ദുആ ചെയ്യുകയാ. നാദാ നാദാ, എന്റെ മുമ്പിലേക്ക് കടന്നു വന്ന സാധുവായ സഹോദരിക്കു മക്കളെ കൊടുക്കണേ അല്ലാ, സന്താനങ്ങളെ കൊടുക്കണേ അല്ലാ. അള്ളാഹുവിന്റെ സവിധത്തിൽ നിന്ന് ഒരശരീരി കടന്നു വരികയോ, അള്ളാന്റെ സവിധത്തിൽ നിന്ന് ഒരശരീരി കടന്നു വരികയാ. ഏതെന്നറിയോ? ദുആ ചെയ്തിട്ട് കാര്യമില്ല, അള്ളാനോട് ദുആ ചെയ്തിട്ട് കാര്യമില്ലോ, അള്ളാഹു മക്കളെ കൊടുക്കൂല എന്നതാ പറയുകയാ. പ്രസവിക്കാൻ കഴിവില്ല, ത്രാണിയില്ല. മൂസ നബി ആ പെണ്ണിനോട് കാര്യങ്ങൾ പറയുമ്പോ ആ പെണ്ണതാ കരയുകയാ, തിരിഞ്ഞു പോകുകയാ. വർഷങ്ങൾ കഴിയുമ്പോ മൂസ നബി, എന്റെ പ്രിയമുള്ളവരെ, മരുഭൂമിയിലൂടെ നടന്നു പോകുമ്പോ മൂസ നബിയുടെ ചാരത്തേക്ക് ആ പെണ്ണുണ്ടല്ലോ കടന്നു വരികയാ. മൂസ നബിയുടെ കയ്യിലേക്ക് എന്റെ പ്രിയമുള്ളവരെ ഒരു കുട്ടിയതാ കൊടുക്കുകയാ. മൂസ നബി അതാ ചോദിക്കുകയാ, ഇതാരുടെ കുട്ടിയോ, ഇതാരുടെ പൊന്നുമോനാ എന്നെന്റെ പ്രിയമുള്ളവരെ ചോദിക്കുമ്പോ ആ പെണ്ണതാ പറയുകയാ, ഇതെന്റെ പൊന്നുമോനാ, ഇതെനിക്കല്ല തന്നതോ, ഇതെനിക്കല്ല തന്നതോ, അള്ളാനോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തപ്പോ അല്ല എനിക്ക് തന്നതാണെന്ന് പറയുമ്പോ നാദാ മൂസ നബി അള്ളാനോട് ചോദിക്കുകയാ, അല്ലാ നീയല്ലേ പറഞ്ഞത് ഈ പെണ്ണിന് പ്രസവിക്കാൻ കഴിവില്ലെന്ന്, നീയല്ലേ പറഞ്ഞത്, പിന്നെങ്ങനാണ് അല്ലാ ഈ പെണ്ണ് പ്രസവിച്ചത്, എങ്ങനാണ് നാദാ? അല്ലയതാ പറഞ്ഞു കൊടുക്കുകയാ, ഈ പെണ്ണുണ്ടല്ലോ എല്ലാ ദിവസം ഒരു ദിക്ർ ചൊല്ലിയവളാ, അതുകൊണ്ട് തന്നെ ദുആക്ക് ഇജാബത്ത് കൊടുത്തതാ. മൂസ നബി ആ പെണ്ണിനോട് ചോദിക്കുകയാ, ഏതാണ് ദിക്ർ മോളെ, ഏതാണ് ദുആ മോളെ? മൂസ നബിയോട് ആ പെണ്ണ് പറയുകയാ, യാ റഹീം യാ അല്ലാഹ്, ഈ പറയുന്ന ദിക്റാണെന്ന് പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ, അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചോ. അല്ല തരില്ലെന്ന് പറയല്ലേ, അള്ളാഹു തരില്ലെന്ന് പറയല്ലേ, അള്ളാഹു തരുന്നതാ. അള്ളാന്റെ ഖജനാവ് കാലിയല്ല, അള്ളാന്റെ ഖജനാവ് കഴിയൂല, വറ്റൂല. ഒരിക്കലതാ ഹസൻ മസിരി തങ്ങളുടെ ചാരത്തേക്ക് ഹസൻ മസിരി തങ്ങള് പടച്ചവനെ ദറസെടുക്കുമ്പോ ഒരാളിങ്ങനെ കടന്നു വരികയാ. ഹസൻ മസിരി തങ്ങളോട് പറയുകയാ, മക്കളില്ല, ദുആ ചെയ്യുമോ, ദുആ ചെയ്യുമോ? ഹസൻ മസിരി തങ്ങളതാ പറയുകയാ, ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹ്. അദ്ദേഹം അതാ തിരിച്ചു പോകുകയാ. രണ്ടാമത് ഒരാളെന്റെ പ്രിയമുള്ളവരെ കടന്നു വരികയാ. ഹസൻ ബസരി തങ്ങളോട് പറയുകയാ, കച്ചവടത്തിൽ ലാഭമില്ല, ദുആ ചെയ്യുമോ, ദിക്ർ പറഞ്ഞു തരുമോ? ഹസൻ ബസരി തങ്ങളതാ പറയുകയാ, ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹ്. മൂന്നാമതെന്റെ പ്രിയമുള്ളവരെ ഒരാളിങ്ങനെ കടന്നു വരികയാ. ഹസൻ ബസരി തങ്ങളോട് പറയുകയാ, തങ്ങളെ വെള്ളമില്ല, വെള്ളമില്ല, കൃഷിയില്ല, വരൾച്ചയാ. ഹസൻ ബസരി തങ്ങളതാ പറയുകയാ, ചൊല്ലിക്കോ അസ്തഗ്ഫിറുല്ലാഹ്. പടച്ചവനെ, മൂന്ന് പേരും തിരിച്ചു പോകുകയാ. അല്ലാഹുവേ, മുത്തഅല്ലിമ കടന്നു വരികയാ. ഹസൻ ബസരി തങ്ങളുടെ ശിഷ്യനതാ എണ്ണീക്കുകയാ. എന്നിട്ട് ഹസൻ ബസരി തങ്ങളോട് ചോദിക്കുകയാ, തങ്ങളെ മൂന്ന് പേർക്ക് അസ്തഗ്ഫിറുല്ലാഹ് പറഞ്ഞു കൊടുക്കാനുള്ള കാരണമെന്താ? ഹസൻ ബസരി തങ്ങൾ പറയുകയാ, ഇസ്തിഗ്ഫാർ ചൊല്ലി ദുആ ചെയ്താൽ ആ ദുആ കൊണ്ടല്ലോ പ്രതിഫലമുണ്ടെന്ന് എന്റെ പ്രിയമുള്ളവരെ പറയുമ്പോ എന്റെ ചെറുപ്പക്കാരാ, എന്നെ നിറഞ്ഞിരിക്കുന്ന പെങ്ങന്മാരോട് പറയുകയാ, അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെക്കണേ. കടങ്ങൾ വരുമ്പോ തളരാന് പാടില്ല, ബിസിനസ് നഷ്ടപ്പെടുമ്പോൾ തളരാന് പാടില്ല, വീട്ടിൽ മരണം വരുമ്പോൾ തളരാന് പാടില്ല, പരീക്ഷയിൽ തോൽക്കുമ്പോൾ തളരാന് പാടില്ല. അള്ളാഹുവോട് കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, അല്ലാഹു പടച്ച തമ്പുരാൻ വിജയം തരുന്നതാ. അതാ പറയണേ, അള്ളാന്റെ മുമ്പില്
കരഞ്ഞുകൊണ്ട് ദുആ ചെയ്തോ, ആ ദുആക്ക് എൻ്റെ പ്രിയപ്പെട്ടവരെ അല്ലാഹു പടച്ച തമ്പുരാൻ ഇജാബത്ത് നൽകുമെന്ന് റസൂലുള്ളാഹി പറയുമ്പോൾ വയദുഊനനാ റഹബൻ വറഹബ, ആരെങ്കിലും ഒരാൾ അല്ലാഹുവിലേക്ക് പ്രതീക്ഷ അർപ്പിച്ച് ദുആ ചെയ്താൽ അവന്റെ ദുആക്ക് ഇജാബത്ത് ഉണ്ടാകും, ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഹബീബുനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു നീ സ്വീകരിക്കണേ അല്ലാഹ്, കബൂലാക്കണേ അല്ലാഹ്. ചില ആളുകളുണ്ട് കഴിഞ്ഞ റമളാനിൽ പള്ളിയിൽ കയറിയതാ. ചില ആളുകളുണ്ട് കഴിഞ്ഞ റമളാനിൽ അല്ലാഹുവിന്റെ പള്ളിയിൽ കയറിയതാ. ഉസ്താദ് പറയും എടാ പള്ളിയിൽ കയറണില്ലേ? ഇല്ല ഉസ്താദെ പള്ളിയിൽ കയറൂല. എടാ പള്ളിയിൽ കയറടാ. ഞങ്ങൾ കയറൂല ഉസ്താദെ എന്ന് പറയണ ചില ചങ്ങാതിമാര്. ഇനിയുണ്ട് റമളാൻ വരുമ്പോൾ പള്ളിയിൽ ഭരണം കൊണ്ടുവരുന്ന കുറച്ച് ആളുകളുണ്ട്. റമളാൻ വരുമ്പോൾ മാത്രം പള്ളിയിൽ കയറിയിട്ട് ഒരു മഗ്‌രിബിന് സമയം പള്ളി വരും. എന്നിട്ട് നോമ്പൊക്കെ തുറന്നിട്ട് പറയും ഈത്തപ്പരത്തിന് കുഴിവില്ല, ഈത്തപ്പരത്തിന് കുഴിവില്ല, നിസ്കാരത്തിന് സ്പീഡ് കൂടിപ്പോയി, അച്ചാറിന് ഇതില്ല, കയ്പില്ല, എന്താ പറയണേ, കന്നിക്ക് ഉപ്പില്ല എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കാൻ പറ്റുന്ന ചില ചങ്ങാതിമാരുണ്ട്. മോനെ പള്ളി നോമ്പ് തുറക്കാനുള്ളതല്ല, പള്ളി നോമ്പ് തുറക്കാനുള്ളതല്ല. അള്ളാഹുവിന്റെ പള്ളി അഫ്ളലുൽ ബിലാദി ഇലല്ലാഹി മസാജിദുഹാ, അള്ളാഹുവിന്റെ പള്ളിയാണ് ഈ ദുനിയാവിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഭവനമെന്ന് അള്ളാഹു പറയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരോട് പറയാ, ആ പള്ളിയിലേക്ക് കടന്നു വന്ന് നിസ്കരിക്കണം. ഞാൻ ചോദിക്കട്ടെ, നമുക്കൊരു ചെറിയ രോഗം വന്നു, ചെറിയൊരു അസുഖം വന്നു, നമുക്കൊരു ചെറിയ ചുമ വന്നു, ഡോക്ടറിനെ കൊണ്ട് ടെസ്റ്റ് ചെയ്തപ്പോൾ ഡോക്ടർ പറയാ നമുക്ക് ക്യാൻസറാ. നമ്മൾ എന്താ ചെയ്യണേ? നമ്മുടെ ഒരു ബക്കറ്റുമായിട്ട് ഈ റിഫായ പള്ളിയുടെ മുമ്പിൽ വന്നിട്ട് ഇങ്ങനെ പിരിക്കാൻ നിൽക്കും. പാടില്ല, പാടില്ല. നമുക്ക് രോഗങ്ങളാണെങ്കിൽ, നമുക്ക് മാറാത്ത രോഗങ്ങളാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ പള്ളിയിൽ വരണം, എന്നിട്ട് ഉളു എടുക്കണം, 2 റക്അത്ത് സുന്നത്ത് നിസ്കരിക്കണം, ഖുർആൻ എടുക്കണം, കുറച്ചു നേരം ഇരുന്ന് ഓതണം, എന്നിട്ട് അള്ളാന്റെ മുമ്പിൽ കരഞ്ഞിട്ട് ദുആ ചെയ്യണം. അല്ലാഹുവേ നീ അല്ലാതെ വേറെ ഒരാളും ഇല്ല റഹ്മാനെ, നിന്നിലല്ലാതെ വേറൊരു പ്രതീക്ഷയില്ല റഹ്മാനെ എന്ന് പറഞ്ഞുകൊണ്ട് ദുആ ചെയ്താൽ അള്ളാഹു നിന്റെ രോഗങ്ങൾ മാറ്റിത്തരും. അല്ലേ? ഏത് സമയത്തും മരിക്കാം, കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത്, ഏത് സമയത്തും ഈ ലോകത്ത് നിന്ന് വിട പറയാം. അതുകൊണ്ട് പറയാ, മരിച്ചു കഴിഞ്ഞിട്ട് ജന്നാത്തുൽ ഫിർദൗസിൽ പോകണമെങ്കിൽ വയദുഊനനാ റഹബൻ വറഹബ, ആരെങ്കിലും ഒരാൾ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ചുകൊണ്ട് ദുആ ചെയ്താൽ അവർക്ക് ഇൻഷാ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കടക്കാൻ കഴിയുമെന്ന് ഹബീബനാ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അപ്പം 4 കാര്യങ്ങളിൽ 2 നമ്മൾ പഠിച്ചു. 1, നന്മകൾ കേൾക്കുമ്പോൾ അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ കഴിയണം. 2, ആരെങ്കിലും ഒരാൾ വയദുഊനനാ റഹബൻ വറഹബ, ആരെങ്കിലും ഒരാൾ എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ, ആരെങ്കിലും ഒരാൾ എൻ്റെ പ്രിയപ്പെട്ടവരെ അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെച്ച് അള്ളാഹനെ പേടിച്ചുകൊണ്ട് ജീവിക്കണവരാരാ, അള്ളാഹു തരുമെന്ന പ്രതീക്ഷയിൽ ജീവിക്കണവരാരാ, അവർ ഇൻഷാ അല്ലാഹ് എൻ്റെ പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കുമെന്ന് ഹബീബിന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കട്ടെ, അല്ലാഹു കബൂലാക്കി അനുഗ്രഹിക്കട്ടെ, അല്ലാഹു റാഹത്തിലാക്കി അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് 2 കൂടി പറഞ്ഞൂടെ? ഇരിക്കോ അത് എണ്ണിച്ചു പോവോ? മീൻ പിടിക്കാൻ പോണോ? നാളെ മീൻ പിടിക്കാൻ പോണോ? പോയിട്ട് ദിവസങ്ങളായി സ്ഥലം എന്താ പറയണേ, പോയിട്ട് ദിവസങ്ങളെ. അള്ളാഹു നല്ല മത്സ്യം അള്ളാഹു നൽകി അനുഗ്രഹിക്കട്ടെ. ഞാൻ പറയട്ടെ, ഏറ്റവും നല്ല ഹലാലാകുന്ന സമ്പാദ്യം ആരുടെയാ? ഏറ്റവും നല്ല ഹലാലാകുന്ന സമ്പാദ്യം ആരുടെയാ? എന്റെയാ? അല്ല. ഉസ്താദിന്റെയാ? അല്ല, നിങ്ങളുടെതാ. കാരണം എന്തേ? മത്സ്യത്തിന്റെ ആ പൈസ എന്ന് പറയണത്, മത്സ്യബന്ധനത്തിന്റെ പൈസ എന്ന് പറയണത് ഹലാലാകുന്ന സമ്പാദ്യം. എവിടം വരെ? ഹാർബർ വരെ. എവിടം വരെ? ഹാർബർ വരെ. അത് പിടിച്ച് ഹാർബറിൽ കൊണ്ടുവന്ന് ലേലം വിളിച്ചിട്ട് പോകുമ്പോൾ അതൊക്കെ മാറും. അല്ലാഹു ഈമാൻ നൽകട്ടെ. അല്ലേ? കമ്മീഷൻകാരുണ്ടാകും, അതുണ്ടാകും, ഇതുണ്ടാകും, എല്ലാവരും ഉണ്ടാകും ഇൻഷാ അല്ലാഹ്. അല്ലാഹു എല്ലാവരുടെയും ജോലിയിൽ അല്ലാഹു ബറക്കത്ത് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ, സ്വീകരിക്കുമാറാവട്ടെ. ഞാൻ വെറുതെ പറഞ്ഞല്ല, മിക്ക സ്ഥലത്തും പട്ടിണിയാണ്, മിക്ക സ്ഥലത്തും പല പ്രദേശങ്ങളും പട്ടിണിയില്ല. അല്ലാഹുവേ ഞങ്ങളെ നീ കാത്തിരക്ഷിക്കണേ അല്ലാഹ്. മത്സ്യബന്ധനത്തിൽ പോയി ജീവിക്കുന്ന ഈ പാവങ്ങൾക്ക് നീ ഹൈറായ മത്സ്യം കൊടുക്കണേ അല്ലാഹ്. അപ്പോൾ 1, നന്മകൾ കേട്ട് ജീവിതത്തിലേക്ക് കൊണ്ടുവരണം. അതിന് യൂട്യൂബ് നോക്കിയിട്ട് ഏതെങ്കിലും സിനിമ കണ്ടിട്ട് അത് ജീവിതത്തിലേക്ക് കൊണ്ടുവരല്ലേ ഉണ്ട്. ഇപ്പോൾ പ്രേമം എന്ന് പറഞ്ഞൊരു സിനിമ ഇറങ്ങിയപ്പോൾ കുറേ ചെറുപ്പക്കാർ താടിയും മുടിയൊക്കെ വെച്ചിട്ട് സുന്നത്താന്ന് പറഞ്ഞ് നടന്നു. ദുൽഖർ സൽമാൻ നെരിയാണിക്ക് മുകളിൽ പാൻസ് ധരിച്ചപ്പോൾ ചില ആളുകളൊക്കെ പറഞ്ഞു, ഉസ്താദേ മുത്തുനബിയുടെ സുന്നത്തല്ലേ, എന്താ പറഞ്ഞേ, മുത്തുനബിയുടെ സുന്നത്തല്ലേ എന്ന് പറഞ്ഞിട്ട് ഇട്ടുകൊണ്ട് നടന്നു. മോനെ അതൊന്നുമല്ല സുന്നത്ത് എന്ന് പറയണേ. നമ്മൾ നല്ല കാര്യങ്ങൾ കേട്ടിട്ട് അല്ലെങ്കിൽ മുത്തുനബിയുടെ ജീവിതം പഠിച്ചിട്ട് വേണം ആ സുന്നത്ത് നമ്മൾ പിൻപറ്റാൻ. എന്നാൽ ഇൻഷാ അല്ലാഹ് മരിച്ചു കഴിഞ്ഞ് ജന്നാത്തുൽ ഫിർദൗസിൽ കിടക്കാം. 2, അള്ളാഹുവിലേക്ക് പ്രതീക്ഷ വെക്കുന്നവരാരാ, അവർക്ക് ഇൻഷാ അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിലേക്ക് കിടക്കാൻ കഴിയും. അള്ളാഹു സ്വീകരിക്കണേ, അല്ലാഹ് കബൂലാക്കണേ, അല്ലാഹ് റാഹത്തിലാക്കണേ, അല്ലാഹ്